ലോകത്തിന് മനുഷ്യന്റെ വേദനയ്ക്ക് ഉത്തരം കൊടുക്കാൻ പറ്റത്തില്ല, ഒരു പരിധി വരെ കുറച്ച് പറ്റും. പക്ഷെ ഈ പുസ്തകം നിങ്ങൾ തുറന്നു വായിക്കൂ. ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി ഏലിയാവിനെ തമ്പുരാൻ പിടിച്ച കഥ പറയും. ആത്മഹത്യയ്ക്ക് ഒരുങ്ങി യോനായെ തിരികെ കൊണ്ടുവന്ന കഥ പറയും. അവിടെയാണ് ഞാൻ മേൽപ്പറഞ്ഞവർ തോറ്റുപോയപ്പോൾ പാവപ്പെട്ട മനുഷ്യർ വചനത്താൽ ജയിച്ച ചരിത്രം ഈ പുസ്തകത്തിന് പറയാനുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം മാത്രമല്ല, ഏതാണ്ട് 7667 വാഗ്ദാനങ്ങളുമായി നമ്മുടെ മുമ്പിലിരിക്കുന്ന പുസ്തകമുണ്ടല്ലോ, ജീവിക്കാനല്ല പ്രേരിപ്പിക്കുന്നത്, അതിജീവിക്കാനാണ്, സർവൈവ് ചെയ്യാൻ. ഗോഡ് ഹാസ് അനദർ പ്ലാൻ എന്ന് പറയാൻ മറ്റൊരു ആൾക്കും പറ്റില്ല, വചനത്തിന് മാത്രം. ഇന്ന് രാത്രി അതുകൊണ്ടാണ് ഞാൻ ഈ വചനം എടുത്തിട്ട് നമ്മൾ 1-2 കൊച്ചു കാര്യങ്ങളാണ് പറയുന്നത്. ഒത്തിരി ഭാരമുള്ള മനുഷ്യർ എനിക്കറിയാം എന്നെ കേൾക്കുന്നുണ്ട്. നാം ഒരുമിച്ച് പാട്ട് പാടിയില്ലേ? ഒരുമിച്ച് ഇവിടെ ഇരുന്ന് സന്തോഷം പങ്കുവയ്ക്കുന്നില്ലേ? പക്ഷേ അടുത്തിരിക്കുന്നയാളുടെ മനസ്സിൻ്റെ സങ്കടം നമുക്ക് പിടികിട്ടത്തില്ല. അകത്തേക്ക് കരയുന്ന മനുഷ്യർ പോരുവഴിയിൽ എത്രയധികം ഉണ്ടാവും? അകത്തേക്ക് കരയുന്നതിൻ്റെ പേരാണ് നെടുവീർപ്പ്. ചങ്ങാതി, ഒന്ന് ശ്രദ്ധിച്ചാൽ അത് കേൾക്കാം. ഇവിടെ ഒന്ന് മൗനമായാൽ ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ അകത്തേക്ക് കരയണത് ഇവിടെ കേൾക്കാം. അകത്തേക്ക് കരയുന്നതിൻ്റെ പേരാണ് നെടുവീർപ്പ്. ഒത്തിരി ജീവിത ഭാരങ്ങളിൽ ഉരുകുന്ന അഗ്നിപർവ്വതം പോലെ തിളയ്ക്കുന്ന ജന്മങ്ങൾ, ലാവ പോലെ ഉരുകുന്ന മാനസങ്ങൾ. എന്തുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊരു പ്രത്യാശയ്ക്ക്? ശരിക്കും ഈ പുസ്തകം അല്ലാതെ, ശരിക്കും ഈ ജീവന്റെ വചനം അല്ലാതെ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്ന 2 കൊച്ചു പദങ്ങളാണ്. ഉറങ്ങല്ലേ? 1-2 പേര് ഉറങ്ങുന്നു. 2 കൊച്ചു പദങ്ങളാണ് നമ്മളോട് തന്നെ പറയാം. തന്നെ സംസാരിക്കാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ മിണ്ടിക്കോണം. തന്നെ സംസാരിക്കാറുണ്ടോ? ഉണ്ടോ? ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ തന്നെ സംസാരിച്ചവരാണ്. പ്രയർ ഈസ് എ ക്വാളിറ്റി സെൽഫ് ടോക്ക് എന്ന് പറയാറുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു നിലവാരമുള്ള സ്വയം സംസാരമാണ്. ഹന്ന ഒരു കുഞ്ഞിന് വേണ്ടി നൊന്ത് പ്രാർത്ഥിച്ചിട്ട് അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കട്ടെ. ഇറ്റ്സ് എ സെൽഫ് ടോക്ക്. ദാവീദ് പറഞ്ഞു, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഇറ്റ്സ് എ സെൽഫ് ടോക്ക്. മറിയം പറഞ്ഞു, എൻ്റെ ഹൃദയം എൻ്റെ രക്ഷകനിൽ ആനന്ദിക്കും. ഇറ്റ്സ് എ സെൽഫ് ടോക്ക്. തന്നെ പറയുക. തന്നെ സംസാരിക്കാറുണ്ടോ? ഒത്തിരി സംസാരിക്കാറുണ്ട്. ഒത്തിരി സംസാരിക്കും വീട്ടുകാരെ നമ്മളെ ചിലപ്പോൾ മെഡിക്കൽ സെൻ്ററിലെ CJ ജോൺ ഡോക്ടർ ഇത്തിരി നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോക്കളയും. അവിടെ വരെ പോരുത്. ആത്മവിശ്വാസം ഉണ്ടാക്കുന്നത് തന്നെ സംസാരിക്കുമ്പോഴാണ്. ഞാനിന്ന് പറയുന്നത് സ്പിരിച്വൽ കോൺഫിഡൻസിനെ കുറിച്ചാണ്. അധികം പരിചയമില്ലാത്തൊരു പദമല്ലേ സ്പിരിച്വൽ കോൺഫിഡൻസ്. തന്നെ സംസാരിക്കുക. ഭാരം പെരുകുമ്പോൾ, ഹൃദയം ഉരുകുമ്പോൾ, ആരുമില്ല, വൈ മീ, എനിക്കെന്താ ഇങ്ങനെ എന്ന് തോന്നലുണ്ടാകുമ്പോൾ സ്വയം പറയാൻ 2 വാക്കുകൾ, ബലപ്പെടാൻ 2 പദങ്ങൾ. അത് നമുക്കൊന്ന് ധ്യാനിക്കണം, ശ്രദ്ധിക്കണം. ഈ നിമിഷങ്ങളിൽ നിങ്ങളെങ്ങും പോകരുത്. നിങ്ങളുടെ ചിന്ത പതറിപ്പോകല്ലേ. ഈ നിമിഷങ്ങളിൽ ലോകകാര്യങ്ങളിലേക്ക് മനസ്സിങ്ങനെ ചാഞ്ഞു പോകല്ലേ. ഇവിടെ തരുമോ നിങ്ങളുടെ മനസ്സ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശ്രദ്ധ ചോദിക്കുകയാണ്. ജീവിതഭാരങ്ങളിൽ നമുക്ക് നമ്മളോട് തന്നെ പറയാനുള്ള 1-ാമത്തെ പദം ഐ ആം യുണീക്ക് എന്നാണ്. ഐ ആം യുണീക്ക്. മലയാളം ഞാൻ അനന്യനാണ് എന്നാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യുണീക്ക് കോൺഷ്യസ്നെസ് എന്ന് പറയും. ഞാൻ അനന്യനാണ്. ഞാൻ കുട്ടികളോടും മുതിർന്നവരോടും ചോദിക്കുകയാണ്, അനന്യനാണ് അല്ലെങ്കിൽ അനന്യത എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എന്തെങ്കിലും ഒന്ന് വേണ്ടിക്കോളൂ. CBSE ICSE ഒന്നും അല്ലല്ലോ ഈ വലുതൊന്നും. ഈ വയലുവരമ്പേലെ സ്കൂളിലൊക്കെ പഠിച്ചതൊക്കെ അല്ലേ ഇരിക്കുന്നത്. മലയാളമല്ലേ. അനന്യത എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? മിണ്ടത്തിൽ ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചോലെ ഇരുന്ന് കളയും. പ്രിയപ്പെട്ടവർ, ഈ പെരുന്നാളിൽ ഈ പള്ളി മാത്രം അലങ്കരിച്ചാൽ പോരാ. വളരെ മനോഹരമാണ് പോരുവഴി പള്ളി. എന്ത് രസാ, കണ്ടിട്ട് കൊതി തീരുന്നില്ല. പക്ഷെ അലങ്കരിക്കേണ്ടത് നമ്മളെ കൂടെ. നമ്മുടെ മുഖത്തൊരു ചിരിയുടെ കുറവുണ്ട്. ഏതാണ്ട് കളഞ്ഞു പോയതുപോലെ ഇവിടെ വന്നിരിക്കുകയാണ്.
പള്ളി മാത്രം അലങ്കരിച്ചിട്ട് എന്ത് പെരുന്നാളോ ചങ്ങാതിമാരെ. അനന്യത. ആർക്കേലും ഉത്തരം പറയാമോ? പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ, സാരില്ല. അനന്യത എന്ന് പറഞ്ഞാൽ ഒരാളും പറയില്ല. ഞങ്ങളൊരച്ഛനെ പ്രസംഗിക്കാൻ ഇന്ന് വിളിച്ചിട്ടുണ്ട്, അങ്ങേര് വേണേ പറഞ്ഞിട്ട് പോക്കോണം. അനന്യത, യുണീക്ക്. കുട്ടികളോട് എങ്ങനെയാണ് ഇംഗ്ലീഷ് ചോദിക്കുക? യുണീക്ക്. എല്ലാം ഇംഗ്ലീഷ് മീഡിയം. ശരിയാണ്, എല്ലാം ശരിയാണ്. ഒന്നുപോലെ മറ്റൊന്നില്ലാത്തതിനെ വിളിക്കുന്ന പേരാണ് അനന്യത. ആദ്യമായിട്ട് കേൾക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം. ഒന്നുപോലെ മറ്റൊന്നില്ല. നമ്മളോട് തന്നെ പറയുക, ഐ ആം യുണീക്ക്. ഒരുപോലെ 9 പേരുണ്ടെന്ന് ആരോ ചക്കുവള്ളിയിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്. വെറുതെയാണ്. ഒരുപോലെ ഇപ്പം ഈ ഇരിക്കുന്നില്ല, ഈ സൈസ് ഒരെണ്ണത്തിന് ആഫ്രിക്കയുടെ മൂലയ്ക്ക് തപ്പിയാലും കിട്ടുമോ? ഇത് ഇവിടെ മാത്രമുള്ള ഐറ്റമാണ്. ഇതുപോലൊരെണ്ണം വേറെ കാണത്തില്ല. കാണുമോ? ഇതുപോലൊരെണ്ണം കാണത്തില്ല. നമ്മുടെ ഗുരുത്വവും ഗുരുത്തക്കേടും എല്ലാം കൂടെ വെച്ച് നോക്കിയാൽ 7 വൻകരകളിൽ 800 കോടി ജനങ്ങൾക്കിടയിൽ ഈ സൈസ് ഒരെണ്ണം പോരുവഴിയിൽ മാത്രമേ കാണൂ. അതാണ് യുണീക്ക്നെസ്. നമുക്കറിയാമല്ലോ, നമ്മളൊരു പെർഫ്യൂം മേടിക്കാൻ ഒരു കടയിൽ കയറി നിന്നിരിക്കട്ടെ, ഒരു സ്പ്രേ, ഒരു പെർഫ്യൂം. നമ്മൾ ഓരോന്നും എടുത്ത് ഇങ്ങനെ മണപ്പിച്ച് നോക്കില്ലേ? ആ കടയിൽ എത്ര വലിയ ലുലുവിൽ കയറിയാലും പരമാവധി എത്ര തരം ഫ്രാഗ്രൻസ് ഉള്ള പെർഫ്യൂം കാണും? ഒരു 30-40 ഒക്കെ കാണും, അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ഗന്ധമാണ്. അതിന് പോലും ആവർത്തനമില്ല. അതുകൊണ്ടാണ് പോലീസ് നായ നമ്മുടെ പുറകെ കൃത്യമായിട്ട് വരാൻ പോകുന്നത്. നമ്മുടെ ഗന്ധം അന്റാർട്ടിക്ക പോലും ആർക്കുമില്ല. ഉണ്ടോ? ഇതാണ് അനന്യത. ഇതെന്താ മക്കളെ? തള്ളവരൽ. അതിനകത്ത് എന്തോ ഒരു പ്രിന്റൊക്കെ ഇല്ലേ? നമ്മുടെ ആധാറിനകത്ത് ഇതില്ലേ? അത് വെച്ചാണ്. നമ്മുടെ ആധാറിലെ ഫോട്ടോ കണ്ട പൂച്ച പോലും വെള്ളം കുടിക്കുകയല്ല. അത് കണ്ടിട്ട് ലോകത്തൊരു മനുഷ്യൻ തിരിച്ചറിയത്തുമില്ല. അറിയോ? പക്ഷെ ഇത് മതി, ഈ ഫിംഗർ പ്രിന്റ്. ലോകത്ത് ആർക്കും. ഇപ്പം നമ്മൾ പുറത്തൊക്കെ വലിയ എയർപോർട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ഒന്നും നോക്കില്ല അവർ. കണ്ണ് മാത്രം ഇങ്ങനെ ഒന്ന് സ്കാൻ ചെയ്യും, നമ്മളെങ്ങ് വിടും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് പോലെ ലോകത്ത് വേറെ ആർക്കും ഒരു കണ്ണ് പോലും ഇല്ല. നിങ്ങളുടെ കൈ പോലെ ലോകത്ത് വേറെ ആർക്കും ഒരു കൈയില്ല. നമ്മുടെ ഗന്ധം. ചുരുക്കത്തിൽ സുഹൃത്തെ, ഒറ്റ കാര്യമുള്ളൂ, ആവർത്തനമില്ലാത്ത ഒന്നാണ് നമ്മൾ. ചിലപ്പോൾ പറയും, ഞാനൊരു പാഴ്ജന്മമാണ്, വേസ്റ്റാണ്, എന്തിനിങ്ങനെ ഞാൻ ജീവിക്കുന്നു, ഞാൻ അബദ്ധം പറ്റിയതാണ്, എന്തിനാണിത്, മതി എന്ന് പറയുമ്പോൾ ഓർക്കണം, അല്ല കുഞ്ഞേ, നീ പാഴ്ജന്മമല്ല, നീ അബദ്ധം പറ്റിയ ജീവിതമല്ല, നിന്നെ ആർക്കും വേണ്ടാന്ന് നീ പറയരുത്. നിന്നെ മാത്രം പ്രത്യേകം തിരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്. ജീവിതഭാരങ്ങൾക്കിടയിൽ നമ്മളോട് തന്നെ പറയുക, ഐ ആം യുണീക്ക്, ഞാൻ അനന്യനാണ്. അതുകൊണ്ട് ദൈവമുണ്ട് എന്ന് പോരുവഴിയിൽ ആരും പറയരുത്. ദൈവമുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞവരോട് കുഴപ്പമുണ്ട്. ഓൺലൈൻ ഉണ്ടെങ്കിൽ അത് മാത്രം മുറിച്ചിട്ട് എന്നെ കൊന്നുകളയും. ദൈവമുണ്ട് എന്ന് പറയരുത്. ദൈവമുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് ഒരു ഗുണവും നമുക്കില്ല. കാരണം പിശാചിന് ദൈവം ഉണ്ടെന്നറിയാം. വല്ല ഗുണമുണ്ടോ പിശാചിന് ദൈവം ഉണ്ടെന്ന് അറിയാവുന്നുണ്ട്? ഇല്ല. മറിച്ച് പറയേണ്ടത് എങ്ങനെയാണ്? ദൈവമുണ്ടല്ലോ. അതൊരു അനുഭവമാണ്. ദൈവമുണ്ട് എന്നുള്ളത് പറയുന്നൊരു അറിവാണ്. അത് നമ്മളെ സഹായിക്കില്ല. ദൈവമുണ്ടല്ലോ, ചങ്കത്ത് കൈവച്ചിട്ട് പറയണം ദൈവമുണ്ടല്ലോ. അതൊരു അനുഭവമാണ്, അല്ലേ? മനുഷ്യനെ ഇത്ര കൃത്യമായി നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. മനുഷ്യനെ, അവൻ്റെ ചലനങ്ങളെ വളരെ സൂക്ഷ്മമായി ഒപ്പിയെടുത്തിരിക്കുന്ന പുസ്തകമാണ് എൻ്റെ കയ്യിരിക്കുന്നത്. 139 സങ്കീർത്തനം എടുത്ത് നോക്കൂ. ഞാൻ ഇരിക്കുന്നവരും എഴുന്നേൽക്കുന്നവരും നീ പറയൂ, എൻ്റെ നടപ്പും കിടപ്പും നീ, എൻ്റെ നിരൂപണങ്ങളൊക്കെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. ഓ, എന്താ ഇത്? ഇത്ര കൃത്യമായിട്ട് മനുഷ്യനെ ഒപ്പിയെടുത്തിരിക്കുക. ഇതുപോരെ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പിള്ളേരുടെ ഭാഷ ചോദിക്കുകയാണ്, ഇത്രയും പോരെ മച്ചാനെ ജീവിക്കാൻ? ബാക്കിയൊക്കെ വിട്ടേരെ. ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളുണ്ട്, പക്ഷെ നമ്മെ കൃത്യമായി അറിയുന്ന. ഞാനൊരു കാര്യം പറയട്ടെ മക്കളെ, നിങ്ങൾ അവിടെ നിന്ന് വർത്താനം പറയല്ലേ, മുന്നിലിടുന്ന് വർത്താനം പറയരുത്, വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. 1 മണിക്കൂർ പിടിച്ചിരിക്കടാ. ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഒരാൾ നമ്മളെ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഒരാൾ നമ്മളെ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
എല്ലാ കാലവും ഒരുപോലെ ഇരിക്കാമെന്ന് വാക്ക് തന്നിട്ടില്ല. നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എല്ലാ കാലത്തും കൂടെ ഇരിക്കാമെന്ന് ചെവിയിൽ അടക്കം പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് നോക്കിക്കേ. എല്ലാ കാലവും ഒരുപോലെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. കൊറോണ വരാം, പോകാം, അല്ലേ? ജോലി കിട്ടാം, കിട്ടാതിരിക്കാം, മാർക്ക് കുറയാം, കൂടാം, ഷുഗർ കൂടാം, കുറയാം, രോഗം വന്നേക്കാം, പോയേക്കാം, പലതും ഉണ്ടായേക്കാം. എല്ലാ കാലവും ഒരുപോലെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടില്ല, ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാ കാലത്തും, ബാക്കി പറ, കൂടെ ഇരിക്കാമെന്ന് ചെവിയിൽ പറഞ്ഞിട്ടുണ്ട്. അത്രയും പോരെ? അതുകൊണ്ട് പറയണം, ഐ ആം യുണീക്ക്, എന്നെപ്പോലെ ലോകത്ത് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ഇരുന്നൊരു മന്ദഹാസത്തോടെ ഈ വിഷമമൊക്കെ അങ്ങോട്ട് പറഞ്ഞു. ഇപ്പം ഈ ഇരിപ്പ് കണ്ടാൽ ആരാണ്ട് വെന്റിലേറ്ററിൽ കിടക്കുന്ന വിഷമമായി മുഖത്ത്. അതൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടൊരു മന്ദഹാസത്തോടെ പറയണം, കർത്താവേ, എന്നെ മാത്രം നിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്, പക്ഷെ ഞാൻ മാത്രം ഒരു സ്പെഷ്യലാണ്. ദൈവം നമുക്ക് 4 പദവി തന്നിട്ടുണ്ട്. ആസ് എ ക്രിസ്ത്യൻ വി ഹാവ് 4 പ്രിവിലേജസ്. ദൈവം നമുക്ക് 4 പദവി തന്നിട്ടുണ്ട്. ഓരോന്നായി പറയാം. 1, വി ആർ എലക്റ്റഡ്. ഉറക്കെ പറയൂ. എലക്റ്റഡ് എന്ന് പറഞ്ഞതിൻ്റെ മലയാള അർത്ഥം എന്താ? കർത്താവ്, ഒരു കാര്യം നിങ്ങൾ പറയില്ല. എലക്റ്റഡ് എന്ന് പറഞ്ഞാൽ ശരിയാണ്, തെരഞ്ഞെടുത്തു. നമ്മളെ ദൈവം എന്നാ തെരഞ്ഞെടുത്തേ? പഴയ നിയമം നോക്കിയാൽ സങ്കീർത്തനം 139 ഇരമ്യാവ് 1 ഒക്കെ നോക്കിയാൽ പറയും, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. അമ്മയുടെ ഉദരത്തിൽ. പുതിയ നിയമം അവിടെ അല്ല, അതൊക്കെ മേലെയാ. എഫേസ്യർ ലേഖനമൊക്കെ വായിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ പറയും 1:4 വചനം ഇങ്ങനെയാണ്, അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. അങ്ങനെയാ പറയുന്നത്, നമ്മെ അവനിൽ. ഒന്ന് പറഞ്ഞേ. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. പാടിക്കേ. ഞാൻ ഇന്നലെ രാത്രി 11:30 എഴുതിയ പാട്ടല്ല, പഴയ പാട്ടാ. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വീളിയാൽ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വീളിയാൽ എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ. ഇത് പാട്ടാ, ആർക്കറിയാച്ചോ? യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ഹായത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, ഹായത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. ആയതിൻ ധ്യാനമൻ ജീവിത ഭാഗ്യമേ, ആയതിൻ ധ്യാനമൻ. ഇതൊക്കെ പാട്ടിയെടുത്ത് പാടണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ പഴയ, ഇതിനോളം ഒന്നും വലിയ പാട്ടൊന്നും ഇവിടൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ എടുത്ത് വെച്ച് പാടണം. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ, വി ആർ എലക്റ്റഡ് ഇൻ ക്രൈസ്റ്റ്. ഞാൻ പറയട്ടെ, നമുക്കുള്ള 1ാമത്തെ പദവി എന്താ? ഞാൻ ഇപ്പം പറഞ്ഞു. ഇവിടെ എന്നാ കേൾക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? 1ാമത്തെ എന്താ? ഉറക്കെ പറ. എലക്റ്റഡ്. ഞാൻ ഇങ്ങനെയാണ്, ഇതൊരു മോണോലോഗല്ല, ഇതൊരു ഡയലോഗ് പോലെ പോകണം. വി ആർ എലക്റ്റഡ്. ഞാൻ അവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് വീണ്ടും പറയുകയാണ്, ഇനി ഞാൻ സോളോച്ചനോട് പറയും. സംസാരത്തിൽ കൂടുന്നുണ്ട്. അച്ഛനെ പേടിയില്ലേ? എന്നെ പേടിക്കണ്ട, അച്ഛനെ പേടിയില്ലേ? 2ാമത്തത്, വി ആർ സെലക്റ്റഡ്. എന്താണ് സെലക്റ്റഡ് എന്ന് പറഞ്ഞ അർത്ഥം? എന്താ അതെന്നാ പറച്ചില്ല? ആദ്യത്തേന് നിങ്ങൾ പറഞ്ഞു തെരഞ്ഞെടുത്തു, എലക്റ്റഡിന് പറഞ്ഞു തെരഞ്ഞെടുത്തു, സെലക്റ്റഡിനും എലക്ഷനും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? മലയാളത്തിൽ ഒന്നുപോലെ തോന്നും, പക്ഷേ എലക്ഷൻ ഇൻസൈഡ് ദ എലക്ഷൻ ഈസ് സെലക്ഷൻ. എത്ര പേർക്ക് മനസ്സിലായി? എലക്ഷൻ ഇൻസൈഡ് ദ എലക്ഷൻ ഈസ്
എന്ന് പറഞ്ഞാൽ, സിംപിളി പറഞ്ഞാൽ, PSCയുടെ 4 റാങ്ക് ലിസ്റ്റ് നമ്മുടെ കൊച്ചിൻ്റെ പേര് കിടപ്പുണ്ട്. ഇതുവരെ പണി കിട്ടിയിട്ടില്ല. റാങ്ക് ലിസ്റ്റ് പേര് കിടപ്പുണ്ടെന്നുള്ളത് എലക്ഷനും ജോലി കിട്ടുക എന്നുള്ളത് മനസ്സിലായില്ലേ? അതാണ് എലക്ഷന് മേളിലുള്ള. നമ്മെ ഒരു മനുഷ്യനായി ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചു എന്നുള്ളത് എലക്ഷനാ. പക്ഷെ രാജകീയ പുരോഹിത വർഗമായി വിശുദ്ധ വംശമായി നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളത് സെലക്ഷനാ. മനസ്സിലാവുന്നുണ്ട്? 3ാമത്തെ പദവി, വി ആർ അപ്പോയിന്റഡ്. ഉറക്കെ പറഞ്ഞ എന്താ? അപ്പോയിന്റഡ് എന്ന് പറഞ്ഞ മലയാള അർത്ഥം എന്താ? അപ്പോയിന്റ്മെന്റ്, നിയമനം. നിയമനം, നിയമിച്ചു. ചോദിക്കട്ടെ, നമുക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ഡിസംബർ മാസത്തിന്റെ 28-ാം തീയതി വല്ല അപ്പോയിന്റ്മെന്റും കിട്ടിയോ? മിണ്ടിക്കോളൂ. വല്ല അപ്പോയിന്റ്മെന്റും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോട്ടെ, നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. അപ്പോയിന്റ്മെന്റ് നിയമനമാണ്. അപ്പോയിന്റ്മെന്റ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് പദം എന്താ ഇംഗ്ലീഷിൽ? പറ മക്കളെ. ഡിസപ്പോയിന്റ്മെന്റ്. ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞ മലയാളം അർത്ഥം എന്താ? ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇറങ്ങിയതല്ല, പക്ഷെ ഇന്നത് പറയാതെ വാക്കുകയല്ല, അതുകൊണ്ടാണ്. ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞ മലയാളം അർത്ഥം എന്താ? നിരാശ. അങ്ങനെയാണെ പറ, ഇന്ന് രാത്രി നിങ്ങൾക്ക് നിരാശ, ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടോ? കരയാൻ കാരണമുണ്ടോ? ഇല്ല. ഒന്നുകിൽ കരയ്ക്കൂടെ പോകണം, അല്ലെ വെള്ളത്തിൽ കൂടെ പോകണം. നിങ്ങൾക്ക് ഡിസപ്പോയിന്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ന് അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ഇതെന്താ എന്നാ പറച്ചിലായത്? ഒന്നുകിൽ അത് ശരിയാണെന്ന് പറയണം, ഇതിലേതെങ്കിലും ഒന്നുണ്ടാവണം. നമ്മുടെ വിചാരം അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കൊമ്പത്തെ പണി, ഇന്ന് പകല് കിട്ടിയ ലോട്ടറി അടിച്ചാൽ അല്ല പ്രിയപ്പെട്ടവരെ. അത്ഭുതം എന്ന വാക്ക് തന്നെ എടുത്തു നോക്കിക്കോ. അത്ഭുതം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഭൂതമല്ലാത്തതെന്തോ അതാണ് അത്ഭുതം. ഭൂതം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞു, അയ്യോ അങ്ങനെ പറയരുത്, അതല്ല ഭൂതം. കുപ്പി നിറങ്ങേണ്ട സാധനം അല്ല. ഭൂതം, പാസ്റ്റ്. ഇന്നലെ നടന്നതിനെ എന്നാ പറയണത്? ഭൂതം. ഭൂതമല്ലാത്തതാണ് അത്ഭുതം. അത്ഭുതം, സമാധാനം, അസമാധാനം, സന്തോഷം, അസന്തോഷം. ഭൂതം, അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇന്നലെ നടക്കാത്തതെന്തെങ്കിലും ഇന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അതാണ് അത്ഭുതം. ഇന്ന് വല്ല അത്ഭുതം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇന്നലെ നടക്കാത്തതെന്തെങ്കിലും ഇന്ന് കിട്ടിയോ? ഞാൻ പറയും, ഇന്ന് നമുക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഇന്ന് നാം സഞ്ചരിച്ച വഴികൾ പുതിയതായിരുന്നു, നാം ശ്വസിച്ച വായു പുതിയതായിരുന്നു, നാം കുടിച്ച വെള്ളം പുതിയതായിരുന്നു. ഇതിനൊന്നും കണക്ക് വച്ചിട്ടില്ല. ഈ ശ്വാസത്തിന്റെ വിലയറിയണമെങ്കിൽ ജനലിന്റെ അടുത്തിരുന്ന് വലിച്ചെടുക്കണ ആ ആസ്മാരോഗിയോട് ചോദിച്ചാൽ മതി, പറയും. അല്ലെങ്കിൽ വെന്റിലേറ്റർ ഒരിക്കലെങ്കിലും മൂക്കിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളവരോട് ചോദിച്ചാൽ മതി. ഈ മൂക്കിന്റെ തുമ്പത്തൊരു 7 വാതകങ്ങളെങ്കിലും ഉണ്ട്. ആർഗൺ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീഥൈലുണ്ട്, ഹീലിയം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഈ മീഥൈൽ എന്നൊക്കെ പറയുന്ന സാധനം 1984 ഭോപ്പാലിൽ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയുടെ ഒരു വാൽവ് ചോർന്നരേ ഉള്ളൂ. മീഥൈൽ ഐസോസൈനൈഡ്. 10,000-ങ്ങളാണ് മരണപ്പെട്ടത് ഒരു രാത്രി. അപ്പൊ ഈ മൂക്കിന്റെ തുമ്പത്ത് അരിപ്പ വെച്ചു വന്നത് ആരാ? ഏത് യുക്തിവാദിക്ക് ഉത്തരം പറയാൻ പറ്റും? ഏത് ശാസ്ത്രത്തിന് ഉത്തരം പറയാൻ പറ്റും? അങ്ങനെ ഒരു ഉപകരണം മനുഷ്യ ശരീരത്തിലുണ്ടോ? ഇല്ലെങ്കിൽ എങ്ങനെ ഈ ഓക്സിജൻ മാത്രം നമ്മൾ പിടിച്ചു കയറ്റുന്നു? പോരുവഴിക്കാർ പ്രത്യേകിച്ച് ടാക്സ് വല്ലതും കൊടുക്കുന്നുണ്ടോ? ഇല്ല. അത് അത്ഭുതമാണ് പ്രിയപ്പെട്ടവർ. ഇന്നത്തെ ദിവസം 23,000-ൽ പരം തവണ നമ്മൾ ശ്വസിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം 1100 ലിറ്റർ ഓക്സിജൻ നമ്മൾ പിടിച്ചു കയറ്റിയിട്ടുണ്ട്. വല്ല കരവും കൊടുത്തിട്ടുണ്ടോ? സ്വതരാഴ്ച 10 രൂപ ഇടാൻ പോണേ. ഒരു ദിവസം നമ്മുടെ സ്പോഞ്ച് പോലെ ഇരിക്കണ ഒരു സാധനം ഉണ്ടല്ലോ, ഏതാ? ഉറങ്ങാതെ പറഞ്ഞോട്ടെ, കുനിഞ്ഞിരുന്ന് ഉറങ്ങിക്കളില്ല, കൺവെട്ടത്തിരുന്ന് ഉറങ്ങരുതേ. സ്പോഞ്ച് പോലെ ഇരിക്കണ ഒരു സാധനം ഉണ്ടല്ലോ, ഏത്? ശ്വാസകോശം. 1100 ലിറ്റർ ഓക്സിജനാണ് പിടിച്ചു കയറ്റുന്നത്. 10 രൂപയാണ് സ്വതരാഴ്ച ഇടാൻ പോകുന്നത്. വെന്റിലേറ്റർ ഒരാഴ്ചയൊക്കെ കിടന്നിട്ട് ഇറങ്ങിയ ബില്ല് അമ്മച്ചി എത്ര ആണെന്ന് വല്ല പിടിയുണ്ടോ? ഇതൊക്കെ അത്ഭുതമല്ലേ? അപ്പോയിന്റ്മെന്റ്. വി ആർ അപ്പോയിന്റഡ്. 1 വി ആർ എലക്റ്റഡ്, 2 വി ആർ സെലക്റ്റഡ്, 3 വി ആർ അപ്പോയിന്റഡ്. 4 ദൈവം നമുക്ക് തന്നിരിക്കുന്ന 4ാമത്തെ പദവി, വി ആർ അനോയിന്റഡ്. അഭിഷേകം. അഭിഷേകം. ആ വാക്ക് പറയുമ്പോൾ തന്നെ കൃപ പൊട്ടി ഒഴുകുക. ആ വാക്കിന്റെ അകത്തുനിന്ന് കൃപ പൊട്ടി ഒഴുകുക. അഭിഷേകം ഉണ്ടോ? ഈ താടിക്ക് എടുത്തുള്ള ഇരിപ്പൊക്കെ കണ്ട ഒരു അഭിഷേകമില്ല. ഈ ഇരിപ്പ് കണ്ടിട്ട് എന്ത് അഭിഷേകമാണ്? ഉണ്ടോ? എന്ന് കിട്ടി? ഇതാ നമ്മുടെ കുഴപ്പം. പെരുന്നാളൊക്കെ കെങ്കമാണ്. വല്ല അഭിഷേകം ഉണ്ടോന്ന് ചോദിച്ചാൽ
ഇല്ല. അഭിഷേകം കിട്ടിയത് എവിടുന്നാ? മാമോദിസ തൊട്ടിയില്ല. ഞാൻ അതിൻ്റെ ലിറ്റർജി, അതായത് ആരാധനാശാസ്ത്രം ഒന്നും പോകുന്നില്ല. ഞാൻ പറയട്ടെ, ഒറ്റ കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി പറയാം. നമുക്ക് കിട്ടിയിരിക്കുന്ന അഭിഷേകം ഏതാണെന്നറിയാം? നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട്, ഞാനത് പറഞ്ഞത് വേറൊന്നുമല്ല, rather than your friends, കൂട്ടുകാരിൽ പരമായി എന്ന് പറഞ്ഞാൽ ഞാൻ വേസ്റ്റാണ്, എന്നെ കൊണ്ട് കൊള്ളില്ല, ഞാൻ യൂസ്ലെസ് ആണ്, ഞാൻ എന്തിനു ജീവിക്കുന്നു എന്നൊക്കെ കരയുമ്പോൾ പറയണം, ആർക്കും കൊടുക്കാത്ത ഒന്ന് എനിക്ക് തമ്പുരാൻ തന്നിട്ടുണ്ടാവും, എസ്പെഷ്യൽ. അതാണ് കൂട്ടുകാരിൽ പരമായി. ഇവിടെ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും, ചങ്ങാതിമാരെ, ഓരോരുത്തർക്കും ആർക്കും കൊടുക്കാത്തൊരു സ്പെഷ്യൽ തന്നിട്ടുണ്ട്. നമുക്കത് അറിയാൻ പാടില്ല, നമുക്കത് അറിയാൻ പാടില്ല. അതാണ് അഭിഷേകം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ആർക്കുമില്ലാത്തൊരു പോരാട്ടം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആർക്കുമില്ലാത്തൊരു അഭിഷേകം ദൈവം തമ്പുരാൻ തരും. ചങ്കനകത്ത് എഴുതി വച്ചു. ആർക്കുമില്ലാത്തൊരു പോരാട്ടം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആർക്കുമില്ലാത്തൊരു അഭിഷേകം നമ്മുടെ വീട്ടിൽ തമ്പുരാൻ തരും. വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണത്തിൽ ജീവനില്ലാതെ പറഞ്ഞിട്ടിരിക്കുമല്ലേ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്നു എന്ന് പറ. യെസ്. ആർക്കുമില്ലാത്തൊരു പോരാട്ടമുള്ളിടത്ത് ആർക്കുമില്ലാത്തൊരു അഭിഷേകം. ശ്രദ്ധിച്ച ഇവിടെ നോക്കിക്കേ, ആര് തരും? സർവശക്തൻ. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് 4 പദവി ദൈവം തന്നിട്ടുണ്ട്. ഒന്നെന്താ? ഒന്നുറക്കെ പറയോ? വി ആർ എലക്റ്റഡ്. 2 വി ആർ സെലക്റ്റഡ്. 3 വി ആർ അപ്പോയിന്റഡ്. 4 വി ആർ അനോയിന്റഡ്. നമ്മൾ കർത്താവിനെ നോക്കിക്കേ പ്രിയപ്പെട്ടവരെ. എല്ലാം ഇപ്പം നമ്മൾ നോക്കാൻ ഒരാളല്ലേ ഉള്ളൂ. 3.5 വർഷം തമ്പുരാൻ കടന്നുപോയ കണ്ണീരിൻ്റെ കടൽ, തമ്പുരാൻ കടന്നുപോയ വേദനകളുടെ തീച്ചൂള പിടിച്ചു നിന്നത് എങ്ങനെയാ? ഞാൻ പറയും, യോർദാൻ നദിയിൽ സ്നാനമേറ്റപ്പോൾ തുടങ്ങിയപ്പോൾ സ്വർഗം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, മൈ ബിലവഡ് എന്ന് പറഞ്ഞെന്താ? മോനെ സ്വന്തമാടാ. അപ്പന് മോനോടുള്ള സ്നേഹത്തിൻ്റെ പരസ്യമാണ്. ഇനി കുറേ 3.5 വർഷം നീ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുമെന്ന് പറയാതെ പറയുക, അവിടെയൊക്കെ നീ പിടിച്ചു നിൽക്കേണ്ടത് യു ആർ യുണീക്ക്, എൻ്റെ സ്വന്തം. ഞാൻ പറയും, കർത്താവ് മുന്നോട്ട് പോയപ്പോഴേ തുടങ്ങിയപ്പോഴും അപ്പന വിളി കേട്ടോണ്ടാ തുടങ്ങി, തീർന്നപ്പോഴും അപ്പന വിളി ഉണ്ടായിരുന്നു. തുടങ്ങിയപ്പോൾ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് വന്നപ്പോൾ പിശാച് കർത്താവിനോട് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് വൃത്തിക്ക് എഴുതിയിരിക്കുന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞതെങ്ങനെയാണ്? ചുണയുള്ള അപ്പൻ്റെ മോനാണെങ്കിൽ ഈ കല്ല്. ആരെങ്കിലും നമ്മളെ എങ്ങനെ വിളിച്ചാലോ അതിന് വേറൊരു ഭാഷയല്ലേ പറയുക? അതൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്, സ്വത്വ പ്രതിസന്ധിയാണ്. വിശന്ന് പണ്ടാരടങ്ങി നിൽക്കുമ്പോൾ ആരെങ്കിലും അപ്പനെ വിളിച്ചാലോ? തല തുണിയൊക്കെ ഇട്ടിട്ട് മോക്ഷയാത്രയാണിത് പാടുവോ? കൊള്ളാം, തനി കൊണം നമ്മൾ ഇറക്കും അല്ലേ? 40 ദിവസത്തെ വിശപ്പിനൊടുവിലാണ് ഈ അപ്പനെ വിളി കിട്ടിയത്. തീർന്നപ്പോഴോ, അവസാനിപ്പിച്ചപ്പോൾ, കുരിശിൽ കിടന്നപ്പോൾ താഴെക്കൂടെ പോയൊരു പാർട്ടി പറഞ്ഞു, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന്, ചുണയുള്ള അപ്പൻ്റെ മോനാണെങ്കിൽ ഇറങ്ങി വാടാ എന്നാണ് പറഞ്ഞത്. ഒരു തലവേദനയെങ്കിലും എടുത്ത് വയ്ക്കുമ്പോൾ നമ്മളെ ഈ വിളി വിളിച്ചാലോ? അപ്പോഴാണ് ശരീരം മുഴുവൻ ഒരൊറ്റ മുറിവായി മാറിയ യാമങ്ങളിൽ ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പന് വിളി കേട്ടോണ്ട് തുടങ്ങുകയും അപ്പന് വിളി കേട്ടോണ്ട് അവസാനിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് കർത്താവ്. അപ്പോൾ പോരുവഴി പള്ളിക്ക് വേണ്ടി ആരെങ്കിലും നമ്മളെ ചീത്ത വിളിച്ചാൽ, സമാജത്തിലോ യുവജന പ്രസ്ഥാനത്തിലോ പള്ളി കമ്മിറ്റിയിലോ പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ആരെങ്കിലും പരിഹസിച്ചാലും കുറ്റപ്പെടുത്തിയാലും ഈ പാവപ്പെട്ട അച്ഛൻ പറയുന്നത് ഓർത്തേച്ചാൽ മതി, അപ്പന് വിളി കേട്ടുകൊണ്ട് തുടങ്ങുകയും അപ്പന് വിളി കേട്ടുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്ത ഒരാളുടെ പിറകെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ന്യായമായതിനാണ് വേലത്തരം കാണിച്ചിട്ട് വിളിച്ച ഉത്തരവാദിത്വമില്ല. അന്യായമായി സഹിക്കേണ്ടി വരുമ്പോൾ ഓർക്കണം, അങ്ങനെ ഒരാളുടെ പിറകെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മൈ ബിലവഡ്, സ്വന്തം. കത്തെഴുതിയിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, പണ്ട് വീഡിയോ കോളാണെന്ന് തോന്നുന്നു. കത്തെഴുതിയിട്ടുണ്ടോ? യെസ് ഓർ നോ പറയൂ. പഴയ കത്ത് വല്ലതും ഇരിപ്പുണ്ടോ? കുടുംബകലകം ഉണ്ടാക്കാൻ ഇറങ്ങിയതല്ല ഞാൻ. പിന്നെ നമ്മുടെ അച്ചായൻ ബോംബെയിലോ കുവൈറ്റിലോ വല്ലോ ഉള്ളപ്പോൾ എഴുതിയത് വല്ലോ ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. കാണും, ചിലതൊക്കെ കാണും. പഴയ 75 പൈസയുടെ ഇല്ലൻ്റെ, എൻ്റെ ഓർമ്മയിൽ അതാ പഴയത്. ഒരു നീല നിറമുള്ള സാധനം. കത്ത് നമ്മൾ തുടങ്ങിയത് എങ്ങനെ? ആദ്യം എന്തോ എഴുതി? ഇല്ല, ആരും എഴുതിയിട്ടില്ല. ദേ ഇരിക്കുന്നു, വീഡിയോ കോൾ വിളിച്ചു വന്നതല്ല. ദൈവത്തിന് ദൈവസ്നേഹമാകുന്നു, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് എന്നാ ഭക്തിയായിരുന്നെന്നറിയാവോ?
അടുത്ത വരി എന്നാ എഴുതിയത്? എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ അവിടെ സുഖമെന്ന് വിശ്വസിക്കുന്നു, ഇവിടെയും സുഖം തന്നെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, എന്നാ ഫോർമാലിറ്റി ആയിരുന്നു. 3-4 വരി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആഞ്ഞിലിയുടെ കമ്പൊടിഞ്ഞതും തൊഴുത്തിൻ്റെ ഓട് പൊട്ടിയതും ആട് പ്രസവിച്ചതും റബ്ബറിൻ്റെ ഇല പൊഴിഞ്ഞതും ഒക്കെ എഴുതി കുനുകുനാന്ന് എഴുതി ഈ ഇല്ലൻ്റെ തിരിച്ചു വെക്കുമ്പോൾ 2 വരി എഴുതാൻ വലിയ പുള്ളികളാണ്. ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ ഓർക്കുകയല്ല ഒന്നും. 2 വരി എഴുതാൻ സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ എഴുതിയില്ലേ? പഞ്ഞം പിടിച്ച നാളാ, 75 വയസ്സായുടെ കാലം, ബുദ്ധിമുട്ടുള്ള കാലം. ഇതെല്ലാം എഴുതിയിട്ട് ഈ കത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാ? എന്ന് വേറെ സ്വന്തമാണോ? അച്ഛൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഉണ്ട്. എന്ന് ഇച്ചായൻ്റെ സ്വന്തം. അടുത്ത കത്ത് വരാൻ 1.5 മാസം കഴിയും. അടുത്ത കത്ത് വരണത് വരെ നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്ന പദം, അടുത്താരുമില്ലെങ്കിലും അകലങ്ങളിൽ എനിക്ക് പ്രിയനായ ഒരാൾ, എന്നെ ചേർത്ത് നിർത്തുന്നൊരു സ്വന്തമായ ഒരാൾ അകലങ്ങളിലുണ്ടല്ലോ. ഇപ്പം ഈ കൂടെ നിൽക്കണമുണ്ടായി സ്നേഹമൊന്നും അറിയാത്തത്. ഇപ്പം സ്നേഹം ഇല്ല. അകന്ന് നിന്നപ്പോൾ എന്നാ സ്നേഹമായിരുന്നു. സ്വന്തം. മനുഷ്യ മനസ്സിനെ ഇത്രപോളം തണുപ്പിക്കുന്നൊരു പദം ഭാഷയിലുണ്ടോ? ഇല്ല. അതാണ് കർത്താവിനോട് സ്വർഗം പറഞ്ഞത്, മോനെ യു ആർ മൈ ബിലവഡ്, എൻ്റെ സ്വന്തോടാ. ഞാൻ പറയും, യോർദാനിലെ വെള്ളത്തേക്കാൾ തണുപ്പുണ്ടായിരുന്നു ആ ചെറിയ പദത്തിന്, അല്ലേ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി പറയണം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്വന്തം. അകലങ്ങളിൽ എനിക്ക് പ്രിയപ്പെട്ടൊരു ദൈവമുണ്ട്. ഐ യുണീക്ക്. ഐ ആം എലക്റ്റഡ്, സെലക്റ്റഡ്, അപ്പോയിൻറ്റഡ് ആൻഡ് അനോയിൻറ്റഡ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താ? ഈ കുഞ്ഞുങ്ങൾ പറ, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നയാഗ്ര വാട്ടർഫാൾസ് ആണോ? താജ്മഹലാണോ? ഈഫൽ ടവർ ആണോ? ബുർജ് ഖലീഫയാണോ? ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താ? അവനവൻ്റെ ചങ്കത്ത് കൈവച്ചിട്ട് പറയേണ്ടിയിരിക്കുന്നു, ഞാൻ മനുഷ്യൻ, അല്ലേ? അവനവൻ തന്നെയാ. ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ആലോചിച്ച് നോക്കിക്കേ. എൻ്റെ മുന്നിലിരിക്കുന്ന കോടീശ്വരന്മാരെയാണ് ഞാൻ പോരുവഴിയിൽ അഭിസംബോധന ചെയ്യുന്നത്. എൻ്റെ മുന്നിൽ ലക്ഷപ്രഭുക്കൾ തറയിലിരിക്കുന്നു. കഷ്ടം, സത്യമല്ലേ? എന്നെ രൂക്ഷമായി നോക്കരുത്. നിങ്ങൾ SBI കിടക്കുന്നതും ഫെഡറൽ ബാങ്കിൽ കിടക്കുന്നതും ചിന്തിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കരുത്. ഒരു ദിവസം ഏതാണ്ട് 1,00,000-ൽ പരം തവണ ഇടിക്കുന്ന, 1,03,300-ൽ പരം തവണ ഇടിക്കുന്നൊരു ഹൃദയമില്ലേ ഇപ്പം കയ്യിലില്ലേ? നീ ഹൃദയമില്ലാത്തവളാണെന്ന് അയലോക്കക്കാർ പറയുമെങ്കിലും ഉണ്ട്. കയ്യിലില്ലേ? ലക്ഷത്തിൻ്റെ കണക്കാ. ഒരു ദിവസം 1,68,000 മൈൽ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ലക്ഷത്തിൻ്റെ കണക്ക്. ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് കോശങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക. മാങ്ങാണ്ടി പോലെ ഇരിക്കണ 2 സാധനം ഉണ്ടല്ലോ, എന്താ? 2 ഉണ്ടോ? കിഡ്നി. 180 ലിറ്റർ രക്തം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. 4,448 ഞരമ്പുകൾ, 639 മസിലുകൾ. ഈ ഇരിപ്പ് കണ്ട 850 ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, 639 മസിലുകൾ, 186 സന്ധികൾ, ജോയിൻസ്. ശരീരത്തെ ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞാൽ സമയം പോരാ. ഒരെണ്ണം പണിമുടക്കിയെങ്കിൽ ഇവിടെ ഇരിക്കുമോ? ഇല്ല. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, അവനവൻ്റെ ചങ്കത്ത് കൈവച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയണം, ഞാനാ. നമ്മളിങ്ങനെ ദൈവം നിർത്തിയിരിക്കുന്നല്ലേ. ഏറ്റവും വലിയ അത്ഭുതം നമ്മളാ, മനുഷ്യനാ. ദൈവം നമുക്ക് എന്തെല്ലാം സംഗതികൾ തന്നിരിക്കുന്നല്ലേ. എത്ര വിലപ്പെട്ടത്. 365 ദിവസങ്ങൾ, 8760 മണിക്കൂറുകൾ, 3,05,25,600 മിനിറ്റുകൾ, 3,15,36,000 സെക്കൻഡുകൾ. ലക്ഷപ്രഭുവാ, അല്ലേ? സമയത്തിൻ്റെ വില അറിയണമെങ്കിൽ, ഒരു വർഷത്തിൻ്റെ വില അറിയണമെങ്കിൽ, ഫൈനൽ ഇയറിൽ ഒരു വിഷയത്തിന് സപ്ലി അടിച്ചവനോട് ചോദിക്കണം, ഇവിടെ ഉണ്ടോ? ഒരു വിഷയത്തിന് ഇല്ല. അച്ചോ, ഞങ്ങൾ ഒരു വിഷയമായിട്ട് എടുക്കുകയല്ല. അവൻ പറയും ഒരു വർഷത്തിൻ്റെ വില. ഒരു മാസത്തിൻ്റെ വില അറിയണമെങ്കിൽ, മാസം തികയാതെ 8-ാം മാസത്തിലെ 7-ാം മാസത്തിലെ ഒരു കുഞ്ഞിനെ നൊന്തുപറ്റ ഒരമ്മ ഒരു 50 ഗ്രാം തൂക്കം കൂടാൻ വേണ്ടിയിട്ട്, ആ കുഞ്ഞിൻ്റെ നിറം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അവൾ ഉറക്കളയ്ക്കുന്ന രാത്രികളുണ്ട്, വിതുമ്പുന്ന യാമങ്ങളുണ്ട്. അവൾ പറയും മാസത്തിൻ്റെ വില, അല്ലേ? ഒരു മണിക്കൂറിൻ്റെ വില അറിയണമെങ്കിൽ
പരീക്ഷ ഹാളിലിരിക്കുന്ന കുട്ടിയോട് ചോദിക്കുക, പഠിക്കണ പിള്ളേർ പറയും മണിക്കൂറിൻ്റെ വില. ഒരു മിനിറ്റിൻ്റെ വില അറിയണമെങ്കിൽ കായംകുളത്തുനിന്ന് 1 മിനിറ്റിന് ട്രെയിൻ നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പറയും. 1 മിനിറ്റിന് ബോർഡിംഗ് ഗേറ്റ് അടയ്ക്കപ്പെട്ട എയർപോർട്ടിൽ അങ്ങനെ പെട്ടുപോയവരുടെ പറയും 1 മിനിറ്റിൻ്റെ വില. 1 സെക്കൻഡിൻ്റെ വില അറിയണമെങ്കിൽ 9.58 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടിത്തീർത്ത ഉസൈൻ ബോൾട്ടിനോടൊന്ന് വിളിച്ചു ചോദിക്കും. കാശില്ല ഇനി കാനഡയ്ക്ക് വിളിക്കാനെങ്കിൽ PT ഉഷയോട് ചോദിര്. സെക്കൻഡിൻ്റെ 100 ഹർഡിൽസിൽ വെങ്കലം നഷ്ടപ്പെട്ട പഴയ ഒളിമ്പിക്സിൻ്റെ കരഞ്ഞ കഥ പറയും ഉഷ. ഓരോ നിമിഷവും വിലപ്പെട്ടത് ദൈവം ഇങ്ങനെ തന്നിരിക്കുക. നമ്മളാണ് ഏറ്റവും വലിയ അത്ഭുതം. നമ്മുടെ ജീവിതം വലുതാകുകയാണോ ചെറുതാകുകയാണോ? നിങ്ങളൊന്നും പറയില്ല. നമ്മുടെ ജീവിതം വലുതാകുകയാണോ ചെറുതാകുകയാണോ? പറയൂ. നമ്മുടെ ജീവിതം വലുതാകുന്നോ ചെറുതാകുന്നോ? വലുതാക്കിക്കൊണ്ടിരിക്കും. ഞാൻ പറയും നമ്മുടെ ജീവിതം ചെറുതാകുക. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ മുറിച്ചു മാറ്റുന്ന 3 പിച്ചാത്തിയുമായിട്ടാണ് നിങ്ങൾ ഈ പള്ളി വന്നിരിക്കുന്നത്. കൺവെൻഷന് വന്നപ്പോൾ പിച്ചാത്തി കൊണ്ടുവന്നവരാരാണ്? ജീവിതത്തെ മുറിച്ചു മാറ്റുന്ന 3 പിച്ചാത്തി ഏതാ? ജീവിതത്തെ മുറിച്ചു മാറ്റുന്ന ചുമരിൽ ഒരു ഘടികാരം തൻ സൂചി ഇളക്കി കൊണ്ടു പറഞ്ഞു. എന്താ? ചുമരിൽ ഒരു ഘടികാരം തൻ സൂചി ഇളക്കി കൊണ്ടു പറഞ്ഞു, മനുഷ്യാ നിൻ ജീവിത സമയം ചെത്തിമിനുക്കുന്നു, നിന്നുടെ മരണത്തിൻ സമയമളന്നു കുറിക്കുകയല്ലോ ഞാൻ. ഏതാ പിച്ചാത്തി? ആർക്കറിയാം. ദേ ഇരിക്കുക. സമയം കയ്യിലില്ലേ? വാച്ച്. അതാ 3 പിച്ചാത്തി. മനുഷ്യാ നിൻ ജീവിത സമയം ചെത്തിമിനുക്കുന്നു, നിന്നുടെ മരണത്തിൻ സമയമളന്നു കുറിക്കുകയല്ലോ ഞാൻ. ജീവിതം ഇങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, കരഞ്ഞിരിക്കാൻ സമയമില്ല. പറയണം, ഐ ആം യുണീക്ക്. എന്നെ പോലെ ലോകത്ത് മറ്റാരില്ല. എന്നെ പോലെ ലോകത്ത്. സോക്രട്ടീസ് 40 വർഷം തത്വചിന്ത പഠിപ്പിച്ചു യേശുവിന് മുമ്പ്. പ്ലേറ്റോ 50 വർഷം തത്വചിന്ത പഠിപ്പിച്ചു ക്രിസ്തുവിന് മുൻപ്. അരിസ്റ്റോട്ടൽ 40 വർഷം തത്വശാസ്ത്രം പഠിപ്പിച്ചു യേശുവിന് മുൻപ്. എന്നാൽ എൻ്റെ കർത്താവ് 3.5 വർഷം മാത്രം. വലിയ തത്വചിന്തകന്മാരും തത്വജ്ഞാനവും കടപുഴകി. എന്നാൽ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവൻ്റെ വചനം. യേശുക്രിസ്തു ഒരു കവിതയും രചിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. പക്ഷെ പാരഡൈസ് ലോസ്റ്റ് എഴുതിയ ജോൺ മിൽട്ടൺ, ഇൻ മെമ്മോറിയം എഴുതിയ ലോർഡ് ടെന്നിസൺ തുടങ്ങി മലയാളത്തിൽ ആത്മാവെ ആത്മാവിൽ കണ്ടുകൊണ്ട് ആനന്ദപൂർണനായി കന്യാപുത്രൻ എന്ന നമ്മുടെ വള്ളത്തോൾ വരെ എഴുതിയപ്പോൾ യേശു ഒരു സ്വാധീനമാണ്. യേശുക്രിസ്തു ഒരു ഗ്രന്ഥവും രചിച്ചിട്ടില്ല. പക്ഷെ ടോൾസ്റ്റോയി, വിക്ടർ ഹ്യൂഗോ, ദസ്തയേവസ്കി തുടങ്ങി ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാർക്കകത്തെല്ലാം ആരുടെ സ്വാധീനമാണെന്നറിയാമോ? യേശുക്രിസ്തുവിൻ്റെ സ്വാധീനമാണ്. യേശുക്രിസ്തു ഒരു പാട്ടും ചമച്ചിട്ടില്ല. പക്ഷെ ബിഥോവന്റെ സിംഫണികളിൽ, മൊസാർട്ടിൻ്റെ പാട്ടുകളിൽ യേശുവിൻ്റെ സ്വാധീന. പോരുവഴിക്കാരോട് ഞാൻ എന്നാത്തിനാ ഇതൊക്കെ പറയുന്നത്? സ്നേഹിത, മാനവ സംസ്കാരം ലോകത്തെവിടെയെല്ലാം വളർന്നിട്ടുണ്ടോ, മാനവിക മൂല്യങ്ങൾ എവിടെയെല്ലാം ആദരിക്കപ്പെട്ടിട്ടുണ്ടോ, അവയുടെ പിന്നിൽ ആരുടെ സ്വാധീനമുണ്ട്? നിങ്ങൾ വണ്ടിയെ നോക്കാതെ ഇവിടെ ഇരുന്നേ. ആരുടെ സ്വാധീനമുണ്ട്? യേശുക്രിസ്തു. ഞാനൊരു മനുഷ്യനെ കുറിച്ച് പറയാം. ഒരു മനുഷ്യനെ കുറിച്ചല്ല, പലരെ കുറിച്ച്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞു, ക്രിസ്തു ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ അഭിഷേകം ചെയ്യുമായിരുന്നു. എൻ്റെ കണ്ണീര് കൊണ്ടല്ല, എൻ്റെ ഹൃദയരക്തം കൊണ്ട്. എന്താ കേൾക്കുന്നില്ലേ? വിവേകാനന്ദ സ്വാമിജി പറയുക, ക്രിസ്തു ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ നോട്ട് വിത്ത് മൈ ടീയേഴ്സ് ബട്ട് വിത്ത് മൈ ഹേർട്ട്സ് ബ്ലഡ്, എൻ്റെ ചങ്കിലെ ചോര കൊണ്ട്. ഓ, വിവേകാനന്ദന് ക്രിസ്തു ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവിൻ്റെ പദയാത്രകളൊക്കെ നടക്കുന്ന സമയമാണിപ്പോൾ.
ശിവഗിരിയിലേക്ക്. ശ്രീനാരായണ ഗുരുവിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ശ്രീനാരായണീയ സന്യാസി എന്ന് പറയാവുന്നയാൾ ഗുരു നിത്യചൈതന്യ യതി എന്ന് പറയുന്ന ആളാണ്. ഈ വർഷം അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷമാണ്. ഗുരു നിത്യചൈതന്യ യതി വലിയ ക്രിസ്തു ഭക്തനായിരുന്നു. സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നു കിടന്നാണ് മരിക്കുന്നത്. ഒരു വശം തളർന്നു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കത്തിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: കിഴക്ക് നിന്ന് എൻ്റെ കർത്താവിൻ്റെ പുഞ്ചിരി ഞാൻ കാണുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, തിരുനിവാസം എത്ര മനോഹരം. ഓ, ആരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്? വിവേകാനന്ദ സ്വാമിജിയെക്കുറിച്ച്, യതിയെക്കുറിച്ച്. ഞാനൊരു പ്രഭാഷണം കേട്ടു കുറേ നാൾ മുമ്പ്. കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ബി ഇക്ബാൽ. ആ പേര് കേൾക്കുമ്പോൾ അറിയാം അദ്ദേഹം ഒരു മുസ്ലിം സഹോദരനാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി വന്ന ആളാണ്. വലിയൊരു വിദ്യാഭ്യാസമുള്ള, വലിയൊരു കേരളം കണ്ട ഒരു വലിയ മുസ്ലിം സഹോദരനാണ്. ഒരു ക്രിസ്മസ് കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാ ക്രിസ്മസ് കാലത്തും ഞാൻ 4 സുവിശേഷങ്ങളും ഒരു തവണ വായിച്ചു തീർക്കാറുണ്ട്. ഇപ്പോൾ എനിക്കതൊരു അനുഷ്ഠാനം പോലെയാണ്. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എല്ലാ ക്രിസ്മസ് കാലത്തും ഞാൻ 4 സുവിശേഷങ്ങളും വായിച്ചു തീർക്കാറുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്. ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ അധികമായിട്ട് 10 വാക്യം വായിച്ചിട്ടുണ്ടോ? അവിടെയാണ് ഇക്ബാൽ സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. കാലടി സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ, ആ പേര് പ്രസിദ്ധമാണ്. പരുമലയിൽ ഒരു വൈദിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രഭാഷണം നടത്തവേ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എങ്ങനെയാണ്: എല്ലാ ഏപ്രിൽ മാസങ്ങളിലും എൻ്റെ പ്രഭാതം ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ വിവരണം ബൈബിളിൽ നിന്ന് വായിച്ചുകൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. വായിക്കുമ്പോഴെല്ലാം ഞാൻ കരയാറുണ്ട്. പോരൊഴിക്കാരെ, പറഞ്ഞു വന്നത് മാമോദീസ മുങ്ങി എണ്ണം പറഞ്ഞ ക്രിസ്ത്യാനികളെ കുറിച്ചല്ല, കൊമ്പേക്കുരുത്ത ക്രിസ്ത്യാനികളെ കുറിച്ചല്ല, ഇസ്ലാമിനെ കുറിച്ചാണ്, ഹൈന്ദവ സന്യാസിമാരെ കുറിച്ചാണ്. നമുക്ക് വല്ല ലജ്ജയും തോന്നുന്നുണ്ടോ? ഇന്ത്യയിലേക്ക് വന്നൊരു സായിപ്പുണ്ടായിരുന്നു. 26 ഇന്ത്യൻ ഭാഷകൾ പഠിച്ചു. വില്യം ഖേറി എന്നാണ് പേര്. 26 ഇന്ത്യൻ ഭാഷകൾ പഠിച്ചിട്ട് 26 ഭാഷകളിലേക്ക് ബൈബിൾ തർജിമ ചെയ്തു. വെറുതെ കേട്ടാ പോരാ, അത് പറയുമ്പോൾ തന്നെ വല്ലാതെ വരിക. 26 ഇന്ത്യൻ ഭാഷകൾ പഠിച്ച് 26 ഇന്ത്യൻ ഭാഷകളിലേക്ക് ബൈബിൾ തർജ്ജമ ചെയ്തു. ഭാര്യ ഭ്രാന്തിയായിരുന്നു, മെന്റൽ പേഷ്യൻ്റ് ആയിരുന്നു. മകൻ കിടപ്പ് രോഗിയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഭ്രാന്തിയായ ഭാര്യയോടുകൂടെ ജീവിച്ചയാൾ എങ്ങനെ ഇത് സാധിച്ചു? ഇവിടെ നോർമലായ ഒരെണ്ണത്തിൻ്റെ കൂടെ കഴിഞ്ഞ് 30 വർഷമായിട്ട് ജീവിക്കുക, ഒരു തവണ ഒന്ന് വായിക്കാൻ പറ്റിയിട്ടില്ല. സത്യമല്ലേ? നോർമലായ ഒരെണ്ണത്തിൻ്റെ കൂടെ കഴിഞ്ഞ് എത്ര നാളായിട്ട് ജീവിക്കുക, ഒരു തവണ ഇതൊന്ന് വായിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ വലിയ പെരുന്നാൾ നടത്തുന്നുണ്ട്, നമ്മൾ ഭയങ്കര പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഭയങ്കരമാണ്. എൻ്റെ യൗവനക്കാർ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട്, ചെറുപ്പക്കാർ കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ട്. മക്കളെ, ഞാൻ എല്ലാവരോടുമായിട്ട് പറയാം, ഈ വലിയ പൊടിപ്പും തൊങ്ങലും ഒക്കെ ഒരു 10-15 വർഷം 20 വർഷം കഴിയുമ്പോൾ ശൂന്യതയുണ്ടാവും ഈ സഭയിൽ. ഒരാത്മാവിൻ്റെ ആത്മീയ അനുഭവത്തിൻ്റെ വചനത്തിൻ്റെ ഒക്കെ കുറവ്, ഭയങ്കരമായൊരു ശൂന്യത ഉണ്ടാവും. സത്യ. കാരണം ഈ ഇരിക്കുന്ന മുതിർന്നവരെല്ലാം മാറ്റപ്പെട്ടു പോകും. വലിയ ഒരുപാട് കാലമൊന്നും ഇല്ലല്ലോ ഇനി. അതിനുശേഷം ഒരു തലമുറയുണ്ട്. അന്ന് ജീവിച്ചിരിക്കുന്നവർ കണ്ടോണം. ഉൽപ്പത്തി 22 വീട്ടിൽ നിന്ന് അബ്രഹാം ഇസഹാക്കുമൊത്ത് മോറിയ മലയ്ക്ക് പോയപ്പോൾ വിറക് അബ്രഹാം എടുത്തു, യാഗത്തിനുള്ള വിറക്. 3 ദിവസം കഴിഞ്ഞ് മോറിയ മലയുടെ ഉയരത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ? ഇസഹാക്കിൻ്റെ തോളിൽ വിറക്. എങ്ങനെ പറ്റി? എന്നെ കേൾക്കുന്ന അപ്പന്മാരെ, എന്നെ കേൾക്കുന്ന അമ്മമാരെ, എങ്ങനെ പറ്റി? അപ്പനെടുത്തു, മകൻ ഏറ്റെടുത്തു. ഞാൻ അമ്മമാരോട് പറയാ, ഈ കുഞ്ഞുങ്ങളുടെ കയ്യിൽ വേദപുസ്തകം ഇല്ലാത്തവർ എന്തുകൊണ്ടാണെന്നറിയാം? ഗായക സംഘത്തിൻ്റെ കയ്യിൽ പോലും ഇല്ല. ഞാൻ പച്ചയ്ക്ക് പറയാണ്, നിങ്ങളുടെ കയ്യിൽ ബൈബിളിലില്ല, ഒരു കുറവ് തന്നെ മക്കളെ. ഈ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതിൻ്റെ കാരണം, നീ എടുത്താൽ നിന്റെ തലമുറ ഏറ്റെടുക്കും.
ഇന്ന് കൊണ്ടുവരാത്തവരുടെ ഹൃദയത്തിനകത്തോട്ടാണ് ഞാൻ പറയുന്നത്. നീ എടുത്താൽ കയ്യുമിശു വന്നല്ലേ. എൻ്റെ പ്രിയപ്പെട്ട പിതാവെ, ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, അബ്രഹാം എടുത്തു, ഇസഹാക്ക് ഏറ്റെടുത്തു. ഏറ്റെടുക്കാനൊരു തലമുറ ഇല്ലാതെ പാവം പോവാ. ഏറ്റെടുക്കാനൊരു തലമുറ ഇവിടെ ഇല്ലാതെ വരാൻ പോവാണ്. പെരുന്നാള് കഴിയും. എത്ര മനോഹരമായാണ് പോരുവഴി പള്ളി അലങ്കരിച്ചിരിക്കുന്നത് അല്ലേ. ചക്കുവള്ളി മുതൽ നാട് മുഴുവൻ നല്ലതാണ്. കണ്ണിനെന്ത് സുഖാണ്, എന്ത് രസമാണ് ഈ രാത്രി കാഴ്ച. നല്ല പാട്ട്, റാസയുടെ ചെണ്ടമേളങ്ങൾ, ശിങ്കാരിമേളങ്ങൾ, ഒന്നിനും ഞാൻ എതിരല്ലേ കേട്ടോ. ഞാനുള്ള നല്ലതാണെന്നാ പറയുന്നത്. കാതിന് സുഖമാണ്, വേണം, നമുക്കത് വേണം. പെരുന്നാൾ വലിയ ദിവസമാണ്. 1-ാം തീയതി രാവിലെ പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ഇവിടെ എന്നെ നേർച്ചെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പം ഇറച്ചിയാണോ അതും അറിയത്തില്ല. ഊണെങ്കിൽ ഊണ്, നോൺ വെജ് അല്ലേ. പിന്നെ നമ്മളതുമൊക്കെ ഉണ്ടിട്ട് പറയും, മസാല കഴിഞ്ഞ വർഷത്തേക്കാൾ പിടിച്ചിട്ടുണ്ട്, കമ്മിറ്റി കുറേ കൂടെ ഗംഭീരമായിരിക്കുന്നു. സോളു അച്ഛൻ 11 മണിക്ക് കൊടിയിറക്കും. കൊടിയിറക്കി പൊടിയും തട്ടി വീട്ടിലോട്ട് പോകുമ്പോൾ ആലോചിച്ചേക്കണം, കണ്ണിന് സുഖം കിട്ടി, കാതിന് സുഖം കിട്ടി, നാവിന് സുഖം കിട്ടി, തൊലിപ്പുറത്ത് കുറച്ച് സുഖം കിട്ടി. 1-ാം തീയതി 11 മണിക്ക് പോകുമ്പോൾ ചിന്തിക്കണം, അകത്ത് വല്ല വെട്ടവും കിട്ടിയോ? അകത്ത് വല്ല വെട്ടവും കിട്ടിയോ? അകത്ത് വെട്ടം കിട്ടുന്നതിൻ്റെ പേരാണ് പെരുന്നാൾ. ഉത് അധികം സവം സമം ഉത്സവം, ചൈതന്യം പുറപ്പെടുവിക്കുന്നത് എന്നർത്ഥം. അതാണ് പെരുന്നാൾ. അതുകൊണ്ടാണ് ഞാൻ ഈ കുറേ പേരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. വിവേകാനന്ദ സ്വാമിജികളെക്കുറിച്ച്, യതിയെക്കുറിച്ച്, എത്ര പേരെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കാരാ തമ്പുരാൻ? വി സബ്സ്റ്റിറ്റ്യൂട്ട് ജീസസ് ക്രൈസ്റ്റ് ഫോർ അവർ കൺവീനിയൻസ്. നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി മഴ പെയ്താൽ മാറ്റിവെക്കും കർത്താവിനെ, അല്ലേ? മഴ പെയ്താൽ മാറ്റിവെക്കും നമ്മൾ. ഒരു വിരുന്നുകാരൻ വീട്ടിൽ വന്നാൽ മാറ്റിവെക്കും നമ്മൾ കർത്താവിനെ, ഇല്ലേ? നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയാ. വി സബ്സ്റ്റിറ്റ്യൂട്ട് ജീസസ് ക്രൈസ്റ്റ് ഫോർ അവർ കൺവീനിയൻസ്. ഞാൻ എന്നെയാ പറയണം കേട്ടോ, നിങ്ങളെ അല്ല, എന്നെയാ. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മുടെ തമ്പുരാനെ നമ്മൾ മാറ്റിവെക്കും. ശരിക്കും വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ഉറക്കെ പറ നിശ്ചയമാകുന്നു. ഉണ്ടോ ശരിക്കും എനിക്കും നിങ്ങൾക്കും? മഹാകവി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ ഇരുട്ട് നിലനിൽക്കുമ്പോൾ പ്രകാശത്തെ അനുഭവിച്ചു പാടുന്ന പക്ഷിയുടെ പേരാണ്. എത്ര പേർക്ക് മനസ്സിലായി? പ്രഭാതത്തിൽ ഇരുട്ട് നിലനിൽക്കുമ്പോൾ വെളുപ്പിന് 4 മണിക്ക് പ്രകാശത്തെ അനുഭവിച്ചു പാടുന്ന പക്ഷിയുടെ പേരാണ് പറ വിശ്വാസം. എന്താ എന്ന് പറഞ്ഞാൽ നേരം 4 മണിക്ക് വെളുപ്പിനെ കോഴി കൂവും, നേരം വെളുക്കുമെന്ന് വിചാരിച്ചു. നമുക്കുണ്ടോ വിശ്വാസം ശരിക്കും? അങ്ങനെ ഒരു വിശ്വാസം? അല്ലെങ്കിൽ ഒരു ഗോവേണി ഈ പോരുവഴി പള്ളിയുടെ ചുമരിൽ ചാരിത്തരാം, കയറാമോ? ഒരു ഏണി ചാരിത്തരാം, കയറാമോ? പിന്നെ ആരൊക്കെ നോക്കാം, അല്ലേ? ആരാണ് കയറാത്തത് ഒരു ഗോവേണിക്കകത്ത്? ഒരു ചെറിയ ഗോവേണി. ചോദ്യം അതല്ല. ഈ ഏണി ചാരിത്തരുമ്പോൾ ഏണിയുടെ മുകളിലത്തെ പടി നോക്കാതെ കയറാമോ? ധൈര്യമുള്ള ആരെങ്കിലും ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടോ? എനിക്ക് ധൈര്യമില്ല. ഏണിയുടെ മുകളിലത്തെ പടി നോക്കാതെ കയറാമോ? യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ ബിജു ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കയറുമായിരിക്കാം, പക്ഷെ മുകളിലത്തെ പടി നോക്കാതെ കയറാമോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല. നമ്മളൊന്ന് കുലുക്കി നോക്കി ഉറപ്പുണ്ടോ നോക്കിയിട്ടേ കയറുള്ളൂ. പക്ഷെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മുകളിലത്തെ പടി നോക്കാതെ കയറണതിൻ്റെ പേരാണ് മുന്നിലൊരു ചുവടു വയ്പാൻ മാത്രമിട കാണുന്നു ഞാൻ, ആയതു മതിയെനിക്ക് ശേഷമെല്ലാം ദൈവഹിതം. എന്നാ മനസ്സിലായത്? മുന്നിലൊരു ചുവടു വയ്പാൻ
മാത്രമിട കാണുന്നു ഞാൻ. കർത്താവേ, ഒരു ചൂട് മാത്രമേ കാണുന്നുള്ളൂ. ആയതു മതിയെനിക്ക്, ശേഷമെല്ലാം ദൈവഹിതം. കേട്ടിട്ടില്ല? തനിച്ചു ഞാൻ വെളിച്ചത്തിൽ, നടപ്പതിലനുഗ്രഹം, ഇരുളിലൻ മഹേശനോ ഒരുമിച്ചു ചരിപ്പത എന്ന് പറഞ്ഞാൽ, ഞാൻ തന്നെ വെട്ടത്തിൽ നടക്കുന്നതിനേക്കാൾ നല്ലത് ഇരുട്ടിൽ എൻ്റെ കർത്താവിൻ്റെ കൂടെ നടക്കുന്നതാണ്. KV സൈമൺ സാറ് പണ്ട് എഴുതിയ പാട്ടാണ്. അദ്ദേഹം ഒരു പ്രൊട്ടസ്റ്റന്റുകാരനായിരിക്കും, പക്ഷെ ഒരു വലിയ പണ്ഡിതനായ മനുഷ്യനായിരുന്നു. സാധുവിൻ്റെ സമകാലീനനാണ്, അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനീയനാണ്. അപ്പം ദുഃഖത്തിൻ്റെ പാനപാത്രത്തിൻ്റെ അതിനേക്കാൾ പഴക്കം ഉണ്ടാവും ഈ പാട്ടിനെന്നാണ് എൻ്റെ ചിന്ത. എൻ്റെ ഭാവി എല്ലാം എൻ്റെ, അങ്ങനെയാ പാട്ടിന് തുടക്കം. ദൈവമറിയുന്നുവെന്ന് പൂർണ്ണ സമാധാനമോടെ നാൾ മുഴുവൻ പാടിയിടും ഞാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്വന്തമാണ്. കാട്ടത്തിയുടെ മുകളിലിരുന്ന സഖായിയും നാട്ടത്തിയുടെ ചുവട്ടിലിരുന്ന നഥനയിലും, കിടന്ന് പരാതി പറഞ്ഞ ബത്സയിദാ കുരുടനും, ഇരുന്ന് പരാതി പറഞ്ഞ ബർത്തിമായും, പുറകെ നടന്ന് പരാതി പറഞ്ഞ ജ്ഞാനായക്കാരിയും, നട്ടപ്പാതിരയ്ക്ക് വന്ന നിക്കോദിമോസും, പട്ടാപ്പകൽ വന്ന ശമരിയാക്കാരിയും തമ്പുരാൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ടെങ്കിൽ ഞാനും താങ്കളും ഇല്ലാതെ വരത്തില്ല. നമ്മൾ പറയുക, ഐ ആം യുണീക്ക്, ഞാൻ അനന്യന. ഒരു കാര്യം. രണ്ടാമത്തത്, ഭാരം പെരുകുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ട രണ്ടാമത്തെ പദം, ഐ ആം അൺഎലിജിബിൾ, ഞാൻ അയോഗ്യനാണ്. ഒന്നാമത്തേത്, ഞാൻ അനന്യനാണ്, അതൊരു ബല. രണ്ട്, കർത്താവേ അയോഗ്യന. സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒത്തിരി പരാതി പറയത്തില്ലേ നമ്മൾ? ഇത്രയൊന്നുമല്ല ആഗ്രഹിച്ചത്, ഞാൻ കുറെ കൂടെ പ്രാർത്ഥിച്ചതാ, വേറൊന്നായിരുന്നു ചിന്തിച്ചത്, ഈ കല്യാണമല്ല മറ്റേതായിരുന്നു ഭേദം, ഈ ജോലിയേക്കാൾ മറ്റേതായിരുന്നു ഈ കോഴ്സല്ല മറ്റേതാ. കുറെ താരതമ്യപ്പെടുത്തി ചിന്തിക്കത്തില്ലേ? ചിന്തിക്കും. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, ഒത്തിരി പരാതി പറഞ്ഞു കരയുമ്പോൾ ഇത് ഓർക്കണം, അതിൻ്റെ കൂടെ ഇതൂടെ പറയണം, കർത്താവേ ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഉറക്കെ പറയണം, കർത്താവേ ഞാൻ ഇതിനൊന്നും. എന്ത് മിടുക്കാ നമുക്കുള്ളത്, അവകാശപ്പെടാൻ എന്തുണ്ട് പ്രിയപ്പെട്ടവരെ? ആലോചിച്ച് നോക്കിക്കേ, ഒന്നുമില്ല. നമ്മൾ ചെറിയ കാര്യങ്ങളിലൊക്കെ ഒത്തിരി അസംതൃപ്തരാ. കൊച്ചു കാര്യങ്ങൾ മതി, നമ്മൾ തളരുക. പ്രിയപ്പെട്ടവരെ, ഒരു വചനം നിങ്ങളുടെ മനസ്സിലിരിക്കണം. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യമാണ്. മോശ ഇസ്രായേൽ മക്കളോട് പറയുക, 40 വർഷം നടന്നിട്ട് മരുഭൂമിയിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് കയറാൻ പോവാണ്. അവരോട് പറയാണ്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് ആ നല്ല ദേശം അവകാശമായി തരുന്നത് നിന്റെ നീതി നിമിത്തമല്ലെന്ന് അറിഞ്ഞുകൊള്ളുക, നീ ദുശാഠ്യമുള്ള ജനമല്ല. അടിവര ഇടണം. ഇത് പോരുവഴിക്കാരോടുള്ള വചനമാണ്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് ആ നല്ല ദേശം അവകാശമായി തരുന്നത് നിന്റെ നീതി നിമിത്തമല്ല, നീ ദുശാഠ്യമുള്ള ജനമാണ്. അല്ലേ പ്രിയപ്പെട്ടവരെ? മക്കളുടെ നന്മ കാണാൻ തമ്പുരാൻ ഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ മടിയിലേക്ക് വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം ഇന്ന് തന്നിട്ടുണ്ടെങ്കിൽ, ഓർക്കണം, നമ്മുടെ യോഗ്യതയല്ല, നീ ദുശാഠ്യമുള്ള ജനമാണ്. നമ്മുടെ കയ്യിൽ ഈഗോയും തലക്കനവും പരവപ്പും സകലമാന പണിയും നമ്മുടെ കയ്യിലുണ്ട്, സകലമാന രഹസ്യ പാപങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ടും ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് നിന്റെ നീതി നിമിത്തമല്ലെന്ന് ഓർക്കണം. ആ വചനം അടിവരയിടണം. അതുകൊണ്ട് ആരും പുകഴരുത്. നമ്മളൊക്കെ 2 അക്ഷരം മാത്രമാ, കൃപ.
അർഹിക്കാത്ത സ്ഥാനത്ത് ഒരുവന്റെ മേൽ പകരപ്പെട്ട ദൈവസ്നേഹത്തിൻ്റെ ആഴമത്രേ കൃപ. 2 അക്ഷര. നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടോ? ഉണ്ടെങ്കിലൊന്ന് എടുക്കൂ. മനസ്സിൻ്റെ കാൽക്കുലേറ്റർ. ഞാൻ പറയുന്നതൊന്ന് ടൈപ്പ് ചെയ്യുമോ? തലയെങ്കിലൊന്ന് കുലുക്ക്. ഇങ്ങനെ മോശ എന്ന് ടൈപ്പ് ചെയ്തേ. മോശ ടൈപ്പ് ചെയ്തോ? മൈനസ് ടൈപ്പ് ചെയ്തോ? ദൈവകൃപ. ഉത്തരം എന്താ? പഴയ ബലഹീനത ഓർത്താൽ മതി. മോശയുടെ ആദ്യമായിട്ട് കേൾക്കാം. മോശയോ? അതാര്? മോശ മൈനസ് ദൈവകൃപ. പോരുവഴിയിൽ ആർക്കും അറിയാം. നാണക്കേടാ. ഇത് ഓൺലൈനാ, ലോകം മുഴുവൻ പോവാ. നാണക്കേടാണ് കേട്ടോ. മോശയുടെ ബലഹീനത എന്താ? വിക്കൻ. വിക്കൻ. വിക്കന്റെ മേൽ കൃപ പെരുകിയപ്പോ ആരായി? മോശയായി. ഇപ്പൊ പിടികിട്ടല്ലേ? അപ്പൊ അടുത്ത് ടൈപ്പ് ചെയ്തോ. പത്രോസ് മൈനസ് ദൈവകൃപ. പഴയ പണി ഓർത്താ മതി. പത്രോസിന്റെ പഴയ പണി എന്നാ? മുക്കുവൻ. മുക്കുവന്റെ മേൽ കൃപ വ്യാപരിച്ചപ്പോ ആരായി? പത്രോസ്. അടുത്ത് ടൈപ്പ് ചെയ്തു. ദാവീദ് മൈനസ് ദൈവകൃപ. എന്നാ ഉത്തരം? യെസ്, ഇപ്പോഴാ തെളിഞ്ഞു വന്നത്. ആട്ടിടയൻ. അതെ. പൗലോസ് മൈനസ് ദൈവകൃപ. ശൗൽ ഗുണ്ടയായിരുന്നു പുള്ളിയാ. ഓക്കെ, ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ടൈപ്പ് ചെയ്തു. അവനവന്റെ പേര് ഒന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങളുടെ പേര്. നാട്ടുകാർക്കിട്ട് കൂട്ടാനും കുറയ്ക്കാനും എന്നെ എടുക്കാന്നറിയാമോ? അല്ലെങ്കിൽ നമ്മളതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനവന്റെ പേര് മൈനസ് ദൈവകൃപ. എന്നാ ഉത്തരം? മൺപാത്രം, മൺകൂടാരം. ആരോ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഒരു 18 രൂപയുടെ സാധനമുള്ളെന്നാ പറയുക. ഇപ്പോഴല്ല, അടിച്ചു പൊക്കഴിഞ്ഞ. ഒരു കോഴിക്കൂട് വെള്ളയടിക്കാനുള്ള കുമ്മായം ഉണ്ടെന്നാ പറയാം. പിന്നെ വീതി നീളമൊക്കെ ഉള്ളൊരു വിടിരിപ്പുണ്ട്, കുറേ കൂടെ കാണുമായിരിക്കും. 1 കട്ട സോപ്പ് ഉണ്ടാക്കാനുള്ള കൊഴുപ്പ്, 2 ഇഞ്ചിൻ്റെ ആണി ഉണ്ടാക്കാനുള്ള ഇരുമ്പ്, ഇത്രയേ ഉള്ളൂ. വലിയ ബലം പിടുത്തമൊക്കെ നടത്തുമ്പോൾ ഓർത്തോണം, 18 രൂപയുടെ സാധന. ഒരു കോഴിക്കൂട് വെള്ളയടിക്കാനുള്ള കുമ്മായം, 2 ഇഞ്ചിൻ്റെ ആണി ഉണ്ടാക്കാനുള്ള ഇരുമ്പ്, 1 കട്ട സോപ്പ് ഉണ്ടാക്കാനുള്ള കൊഴുപ്പ്. 93% വെള്ളമാണ്. നിങ്ങളുദ്ദേശിച്ചല്ല. ശരീരം 93% ഓഫ് വാട്ടർ. ഒരു 7% ഉള്ളൂ ബാക്കി. ഇത്തിരി സോഡിയം, ഇത്തിരി പൊട്ടാസ്യം, ഇത്തിരി, അത്രേ ഉള്ളൂ. അത്രമാത്രം. ദൈവമേ, ഞാൻ അയോഗ്യനാ, ഞാൻ അൺഎലിജിബിളാ. പരാതി പറയുമ്പോൾ കർത്താവ് ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല, ഈ തന്നത് തന്നെ അധിക. അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മളിന്ന് ആയിരിക്കുന്നതിൻ്റെ കാരണം ഫിലിപ്പ്യ ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വചനമാണ്. ഞാൻ ആ വചനം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിനകത്ത് ഒരു വാക്ക് ഞാൻ വളരെ ശക്തമായിട്ട് പറയും, അത് ശ്രദ്ധിച്ചോണം. ആ വാക്കാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ കാരണം. ഒരു വാക്ക് ഞാൻ ശക്തമായിട്ട് പറയും. വചനം എങ്ങനെയാണ്? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഒന്നുകൂടെ പറയാം. ഞാൻ എടുത്തു പറഞ്ഞ വാക്ക് ഏതാണെന്ന് നിങ്ങൾ പറയണം, ഇങ്ങോട്ട് പറയണം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഏതാണ്? ഉറക്കെ പറ. അക്കോർഡിംഗ് ടു ഹിസ് വെൽത്ത്. ധനത്തിനൊത്തവണ്ണം. അതെന്താ? നമ്മൾ നിലനിൽക്കാനുള്ള കാരണം അതാ. ധനത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അതിനൊരു ചെറിയ കഥ പറയാം, അപ്പൊ കിട്ടും. എടാ കുഞ്ഞേ, പണ്ട് അലക്സാണ്ടർ ചക്രവർത്തി, ഗ്രീസ് ഭരിച്ചിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി, പുള്ളി യുദ്ധക്കൊതിയനായിരുന്നു. സ്വസ്ഥമായി ഏഥൻസിലെ കൊട്ടാരത്തിലുള്ള നാളുകൾ, മാസഡോണിയയിലെ കൊട്ടാരത്തിലുള്ള നാളുകളിൽ നാട് കാണാൻ ഒരു കുതിരപ്പുറത്തിറങ്ങുക. സ്ഫടിക കല്ലുകൾ പതിച്ച വെൺകല്ലുകൾ പാകിയ ഗ്രീസിന്റെ തെരുവീഥികളിൽ കൂടെ അലക്സാണ്ടർ ചക്രവർത്തി പരിവാര സമേതം നീങ്ങുന്നു. വഴിയിൽ ഒരു ഭിക്ഷക്കാരൻ കരയുകയാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരൂ. ഇന്നത്തെ പോലെ ഗ്യാസ് കത്തിക്കാൻ, ആരെങ്കിലും പോയി ഗ്യാസ് കത്തിക്കാനൊക്കാത്ത കാലമല്ല. ഭിക്ഷക്കാരൻ സൈഡിൽ ഇരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നു. അപ്പോൾ കരയാണ്.
എന്തെങ്കിലും തരൂ. അപ്പം ചക്രവർത്തി കുതിര നിർത്തിയിട്ട് പോക്കറ്റിൽ നിന്ന് കിട്ടിയ 2-3 സ്വർണ്ണ നാണയങ്ങൾ എടുത്തു കൊടുത്തു. 3 പവൻ ഉണ്ടായിരുന്നു. അടിച്ചു മോനെ എന്ന് പറഞ്ഞ് അയാൾ ഇരുന്നു പോയി. കണ്ണു മഞ്ഞളിച്ചു പോയി. 2-3 പവൻ കിട്ടി. ചക്രവർത്തി മുന്നോട്ട് പോയി, കൂടെയുള്ളവരും പോയി. അടുത്തൊരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോൾ കൂടെയുള്ളവർ ചക്രവർത്തിയോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ആ പാവപ്പെട്ട ഭിക്ഷക്കാരന് ഈ 2-3 സ്വർണ്ണ നാണയങ്ങളും പവനൊന്നും എടുത്ത് കൊടുക്കണ്ടായിരുന്നു. അയാൾക്ക് 1-2 വെള്ളി നാണയങ്ങൾ പോരായിരുന്നല്ലോ, മതിയായിരുന്നല്ലോ. ചക്രവർത്തി ഒന്നും പറഞ്ഞില്ല. ഒന്ന് മന്ദഹസിച്ചിട്ട് പറഞ്ഞു, അയാൾക്ക് അത്രയും ആവശ്യമില്ലായിരിക്കാം, പക്ഷെ അത് കൊടുത്തത് ഗ്രീസിൻ്റെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയാണ്. മഹാനായ അലക്സാണ്ടർക്ക് ഒരു അന്തസ്സുണ്ട്. കഥ മനസ്സിലായോ? ഇല്ല. കഥ മനസ്സിലായോ? വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാൽ മനസ്സിലാവില്ലേ? അതാണ് കഥ. ഞാൻ ആ വചനം ഒന്നുകൂടെ പറയാം. ആ വചനത്തിൻ്റെ പൊരുൾ ആ കഥയ്ക്കകത്തുനിന്ന് കിട്ടും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പം മനസ്സിലായല്ലേ? നമ്മുടെ യോഗ്യതയല്ല, തമ്പുരാന്റെ അന്തസ്സിനനുസരിച്ച് തന്നതുകൊണ്ടാ ഇവിടെ വന്നിരിക്കുന്നതും ഈ നിൽക്കുന്നതും. മറക്കരുത്. നോട്ട് ഓൺ അവർ മെറിറ്റ്, തമ്പുരാന്റെ അന്തസ്സിനനുസരിച്ച് തന്നോണ്ടാ. ആ വചനത്തെ കഥയുമായി റിലേറ്റ് ചെയ്ത് നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കിക്കേ. വാങ്ങിച്ചവന്റെ യോഗ്യതയല്ല കൃപ, തന്നവന്റെ ഔദാര്യ. തന്നവന്റെ ഔദാര്യ. നിങ്ങളുടെ പക്കൽ എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ എത്ര അപ്പം എടുത്തു കൊടുത്തു? ആ പയ്യന്റെ കയ്യിൽ എത്ര അപ്പം ഉണ്ടായിരുന്നു? 5 അപ്പം. അതിന് സംശയമാണ്, എനിക്ക് ഉത്തരം ഇല്ല കേട്ടോ അതിനൊന്നും. 5 അപ്പമാണ് എടുത്തു കൊടുത്തത്. നിങ്ങൾ വാച്ച് നോക്കരുത്, സമയമായി, നിർത്താൻ പോവാണ്. 5 അപ്പം. ആ പയ്യനത് 6 തവണ എണ്ണിയാണ് കൊടുത്തത്. അന്ത്രയോസ് അപ്പോസ്തലൻ അത് 8 തവണ എണ്ണി. അപ്പം എണ്ണി തേഞ്ഞതല്ലാതെ എണ്ണം കൂടിയില്ല. കർത്താവ് എടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തു. ശേഷിച്ച കഷണം എത്ര കിട്ടി? ശേഷിച്ച കഷണം എത്ര കിട്ടി? കൊട്ട എവിടെ നിൽക്കട്ടെ, എണ്ണം പറ. എണ്ണം പറയാമെങ്കിൽ സോളുവച്ചൻ എന്തെങ്കിലും സമ്മാനം തരും. ശേഷിച്ച കഷണം എത്ര എണ്ണം കിട്ടി? പറയൂ. എണ്ണം വേദപുസ്തകത്തിൽ പറയുന്നില്ല. എണ്ണം പറയാനൊക്കാത്തതിൻ്റെ പേരാണ് കൃപ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കൊടുക്കുന്നതിന് കണക്കുണ്ട്. 5 അപ്പം 8 തവണ എണ്ണിക്കൊടുത്തു. ദൈവം ശേഷിപ്പിക്കുന്നതിന് കണക്കില്ല. മനുഷ്യൻ കൊടുക്കുന്നതിന് കണക്കുണ്ട്, ദൈവം ശേഷിപ്പിക്കുന്നതിന് കണക്കില്ല. അതാ എണ്ണം പറ്റാത്ത. നമ്മളെല്ലാം ഈ കണക്കിനകത്താ, അളവിനകത്താ നമ്മൾ ഇടപെടുള്ളൂ. നിന്റെ കൂടെ കുഴിച്ചാകുമെന്ന് പറഞ്ഞാലും നീ 2018 നിന്റെ മോടെ കല്യാണം വിളിച്ചിട്ടുണ്ടെങ്കിൽ 2024 അവക്കുള്ള മോൻ്റെ കല്യാണം വിളിക്കുകയുള്ളൂ. അതൊക്കെ അവിടെ ഈ ലിസ്റ്റുണ്ട്. മനുഷ്യൻ ഈ ജോമെട്രിക്കകത്താ, ആരാന്ന് പറഞ്ഞാലും. പക്ഷെ കർത്താവിനെ നോക്കിക്കേ. അതാണ് ഈ കരുണ. കരുണ എന്ന വാക്കിന് റഹമേ എന്നാണ് പറയുക സുറിയാനിയിൽ. റഹമേ, അതിൻ്റെ അർത്ഥം 2 വാക്കാണ് സുറിയാനിയിൽ. അതിൻ്റെ അർത്ഥം 1 ഗർഭപാത്രം, 2 കരുണ. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ കരുണ എന്ന വാക്കിന് ഗർഭപാത്രം എന്നുള്ള അർത്ഥം എങ്ങനെ വന്നു? റഹമേ. ഉത്തരം കിട്ടുന്നുണ്ട്. ശരിയാണ്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അനുഭവിച്ച കരുണ അമ്മയുടെ ഉദരത്തിലാണ്. അവനിങ്ങനെ പൊടിച്ചില്ലേ നമ്മളിങ്ങനെ? ഒരൊറ്റ കോശമായിരുന്നു നമ്മളല്ലേ? ഒരൊറ്റ സിംഗിൾ സെല്ലായിരുന്നു. അതിനകത്ത് നമ്മുടെ ചുരുണ്ട മുടിയും ചിരിയും നമ്മുടെ മാവിയുടെ നടത്തവും ഉപ്പാപ്പൻ്റെ ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഇന്നിപ്പോൾ ഇങ്ങനെ നടക്കുന്നേ. സിംഗിൾ സെല്ല. അതാ കരുണ. അവിടുന്ന് തുടങ്ങി. അല്ലെങ്കിൽ നോക്കിക്കേ, ഗർഭപാത്രം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വികസിക്കുന്ന 2 അവയവങ്ങളാണ്. ഒന്ന് ആമാശയമാണ്. അതുകൊണ്ടാണ് 12 മണിക്ക് നമ്മൾ ഒന്ന് ഉണ്ടു എന്ന് പറഞ്ഞാൽ 1 മണിക്ക് ഒന്നുകൂടെ നിർബന്ധിച്ച് അരക്കൈ നോക്കുന്നത്. അതുകൊണ്ടാണ് ആമാശയത്തിന് ദൈവം അങ്ങനെ ഒരു കപ്പാസിറ്റി തന്നിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വികസിക്കുന്ന 2ാമത്തെ അവയവം
നമ്മൾ ഈ ലോകത്തിലേക്ക് പിറന്നു വീണതെങ്ങനെയാ? തിയോളജി അല്ല, ഗൈനക്കോളജിയാണ് ചോദിച്ചത്. ഇവിടെ എല്ലാം സിസേറിയനാണോ? ഈ ലോകത്തിലേക്ക് നമ്മൾ പിറന്നു വീണത് എങ്ങനെയാണ്? നോർമൽ ഡെലിവറിയിൽ. കർത്താവേ, വേദനയൊക്കെയാണ്, അതൊക്കെ ശരിയാണ്. ലോകത്തിലേക്ക് ഒരാൾ പിറന്നു വീണത് എങ്ങനെയാണ്? തലയും കുത്തിയ അല്ലേ? ആണ്, തലയും കുത്തിയാണ്. പോരുവഴിക്കാർ ഇത് മാത്രം ചിന്തിച്ചാൽ മതി. തലയും കുത്തി വന്നിട്ട് ഇപ്പം നേരെ നിൽക്കുന്നില്ല ഈ നാട്ടിൽ. ബാക്കിയൊക്കെ വിട്ടേര്. കുറേ എടുത്ത് തലയെ വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് കിടക്കല്ലേ നമ്മള്. തലയും കുത്തി വന്നിട്ട് ഇപ്പം നേരെ നിൽക്കുന്നില്ലേ? കരുണ. അതുകൊണ്ട് ദൈവം ആരാന്ന് ചോദിച്ചാൽ സനാതനധർമ്മത്തിൻ്റെ കണ്ണട വെച്ച് പറയും ബ്രഹ്മം. ബ്രഹ്മം, ബൃഹത്തായത്. പോരുവഴിപ്പള്ളിയിൽ എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളും മറ്റുള്ളവരുമൊക്കെ ഈ ഇവിടെ വന്ന് നേർച്ച അർപ്പിക്കുന്നവരും വിളക്കിൽ എണ്ണ ഒഴിക്കുന്നവരും ഇവിടെ പ്രാർത്ഥിക്കുന്നവരും എന്തുകൊണ്ടാണ്? നമ്മുടെ വലിയ പള്ളി കണ്ടുകൊണ്ടാണോ? നമ്മുടെ ഏതാണ്ട് കണ്ടുകൊണ്ടാണോ? ഇതൊന്നും കണ്ടുകൊണ്ടല്ല. ഈ കുരിശടിയിൽ വന്ന് ഒരു ഹൈന്ദവ മനുഷ്യൻ, ഹൈന്ദവ സഹോദരൻ കുരിശിൽ നോക്കുമ്പോൾ കാണുന്നത് എന്തെന്നറിയാമോ? ബ്രഹ്മമാണ്. ഒരാളത് ഇങ്ങനെ കിടക്കുക, ഒരാൾക്ക് എത്രമാത്രം വിശാലമാകാമോ കുരിശിൽ? ആ കുരിശിൻ്റെ ഷേപ്പ് അതാ. ഒരാൾക്ക് എത്രമാത്രം എക്സ്റ്റെൻഡഡ് ആകാമോ അതാണ് കുരിശിൽ. നമുക്ക് വേണ്ടി മാത്രമായിരുന്നു ഇത്രയും ഒന്നും നിൽക്കണ്ട, ഇത്രയും മതി. ഒരാൾക്ക് എത്രമാത്രം വിശാലമാകാമോ, ബൃഹത്താവുന്നതെന്തോ അതാണ് ബ്രഹ്മം. വ്യാസമുള്ളതിനെ എഴുതിയ ആളാണ് വേദവ്യാസൻ. അതൊക്കെ ശരിക്കും ചില പൊരുളുകളാണ്. ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, സമയമില്ല. അപ്പൊ ഈ വ്യാസമുള്ളതാണ് ദൈവത്തിന്റെ കരുണ, ഈ ബൃഹത്തായതാണ് ദൈവത്തിന്റെ കരുണ. അപ്പോ ഒരു ഹൈന്ദവ സഹോദരൻ വന്ന് നേർച്ച ഇടുമ്പോൾ കുരിശ് നോക്കുമ്പോൾ അവൻ കാണുന്നത് എന്താ? സനാതനധർമ്മത്തിന്റെ കണ്ണട വെച്ച് നോക്കുമ്പോൾ ബൃഹത്തായ ദൈവകരുണയാ കുരിശിൽ, ബ്രഹ്മം. അപ്പൊ ഞാൻ പറയും കുരിശൊരു ബ്രഹ്മമാണ്, അതൊരു പൊരുളാണ്, കുരിശൊരു ബ്രഹ്മമാണ്. നിങ്ങൾക്ക് ദഹിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഞാൻ അവസാനമായിട്ടാണ് ഇത് പറഞ്ഞ് നിർത്തുന്നത്. അപ്പൊ നമ്മുടെ ഈ അയോഗ്യതയുടെ നടുവിൽ അളവില്ലാത്ത കരുണ കൊണ്ട് ദൈവം നമ്മളെങ്ങനെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. നമ്മൾ പറയണം, കർത്താവേ, ഞാൻ അയോഗ്യനാണ്, ഇതിനൊന്നും യോഗ്യനല്ല. അവസാനിപ്പിക്കുക. 2 വാക്കുകളാണ് നമ്മൾ സ്വയം പറഞ്ഞത്, പറയേണ്ടത്. കരയുമ്പോൾ, പരാതി പറയുമ്പോൾ, ഭാരം പെരുകുമ്പോൾ നമ്മളോട് തന്നെ പറയുക, കർത്താവേ, ഐ ആം യുണീക്ക്, ഞാൻ അനന്യന, എന്നെ പോലെ വേറെ ആരുമില്ല, ഞാൻ തകരത്തില്ല, ഐ എം എലക്റ്റഡ്, ഐ എം സെലക്റ്റഡ്, ഐ എം അപ്പോയിന്റഡ് ആൻഡ് അനോയിന്റഡ്, സോ ഐ ആം യുണീക്ക്. വീണ്ടും പറയുക. ഒത്തിരി പരാതി പറയുമ്പോൾ, ഇത്രയൊന്നും അല്ല, കുറേ കൂടെ ആഗ്രഹിച്ചതാ, പ്രാർത്ഥിച്ചതാന്ന് പറയുമ്പോൾ പറയണം, ദൈവമേ, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല. അൺഎലിജിബിലിറ്റി കോൺഷ്യസ്നെസ്. ചുരുക്കത്തിൽ ഈ രാത്രിയുടെ വിചാരങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. യുണീക്ക് കോൺഷ്യസ്നെസ് ആൻഡ് അൺഎലിജിബിലിറ്റി കോൺഷ്യസ്നെസ്. ഈ വചനത്തെ താല്പര്യത്തോടെ ശ്രവിച്ചവരുടെ ഉള്ളിൽ ഈ വചനത്തിൻ്റെ ക്രിയ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളും. നിങ്ങൾ ശ്രദ്ധിച്ചതിന്, നിങ്ങളുടെ പരിഗണനയ്ക്ക്, തിരുവചനത്തോടുള്ള താല്പര്യത്തിന് വലിയ നന്ദി.